ഒരു 13 വയസ്സ് മുതൽ അങ്ങോട്ട് മേപ്പോട്ട് കുട്ടികളുള്ള രക്ഷിതാക്കളൊന്ന് കൈബന്ധിക്കും. 13 വയസ്സിന് മുകളിൽ. ഓക്കെ, ശരി. 13 വയസ്സിൽ താഴെയുള്ളവരെന്ന് കൈവയ്ക്കും. നേരത്തെ ഉള്ളവരും ഒക്കെ കേട്ടോ. ഓക്കെ, രണ്ടിലും ഏകദേശം ഉണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ കൗമാരക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടും കൗമാരത്തിലേക്ക് പോകാനുള്ള മക്കളുള്ളവരുടെ കാര്യത്തിലും കൂടി ഉൾപ്പെടുത്തിയിട്ട് ചില കാര്യങ്ങൾ പറയാം. ഇന്നത്തെ കുട്ടികളുടെ ഒരു അവസ്ഥയിൽ നമുക്കെല്ലാവർക്കും ആശങ്കയുണ്ടോ അല്ലേ? അതാണ് ആദ്യത്തെ ചോദ്യം. ഉണ്ടോ? ഉണ്ട്. എനിക്കൊരു ടെൻഷനും ഇല്ല എന്ന ചിന്തയുള്ള ആൾക്കാരുണ്ടോ? ഒരു പേടി എനിക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന്, ഓർക്ക് മക്കളുണ്ടാവില്ല, അല്ലെങ്കിൽ ഓരോ കുട്ടികളെ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ ഓർക്ക് തീരെ അന്തല്ല. ഇതിലേതെങ്കിലും ഒന്നേ ഉണ്ടാവുകയുള്ളൂ അല്ലേ? അല്ലാതെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, എല്ലാ ആളുകളും അത്യാവശ്യം ഇന്നത്തെ മക്കളുടെ വിഷയത്തിലൊക്കെ വലിയ ആശങ്കയിൽ തന്നെയാണ്. ഞാനതിന് ഈ അടുത്ത കാലത്തുണ്ടായ ചില അനുഭവങ്ങൾ മാത്രം പങ്കുവെക്കാം. ഏകദേശം ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുക്കൽ ഒരു പെൺകുട്ടിയെയും കൊണ്ടൊരു ഉമ്മ വന്നു. ആ പെൺകുട്ടി 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 7ാം ക്ലാസ് പഠിക്കും. ഈ ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം തടിയും മണ്ണൊക്കെ ഉള്ള ഒരു ഉമ്മ. മകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മെലിഞ്ഞ ഒരു മകൾ. ഞാനൊരിക്കലും അവരുടെ ശാരീരികാവസ്ഥയെ മോശമാക്കിയിട്ട് പറഞ്ഞതല്ല, അതിൻ്റെ കാരണം കേട്ടോളൂ. ഈ ഉമ്മ വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയണത്, എൻ്റെ മകളിനെ ഭീഷണിപ്പെടുത്തുകയാണ്, കത്തിയെടുത്ത് കുത്തുന്ന പറയണത്. ഇത് പറയുമ്പോൾ നമുക്ക് തമാശയായിട്ട് തോന്നും. പക്ഷേ ആ പെൺകുട്ടിയോട് ഞാൻ സംസാരിച്ചപ്പോൾ എന്താ കാര്യം എന്നറിയോ? അവൾ 7ാം ക്ലാസ്സിലാണ് പഠിക്കണത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയോട് അവൾക്കൊരു ബന്ധം. ഇൻസ്റ്റാഗ്രാമിൽ കൂടുതലായി മെസ്സേജുകൾ അയച്ച് അവസാനം അത് ഉമ്മ കണ്ട് വളരെ മോശമായ പല മെസ്സേജുകളും കണ്ടപ്പോൾ ഉമ്മ എന്ത് ചെയ്തു? അത് പൂർണ്ണമായി ഒഴിവാക്കി. ഇവൾ അടുത്ത വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്തു? ആ വീട്ടിലെ താത്താൻ്റെ ഫോൺ എടുത്തിട്ടായി പിന്നെ മെസ്സേജ് അയക്കൽ. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അയൽവാസിൻ്റെ വീട്ടിൽ പോകും. എന്നിട്ട് അവിടുന്ന് എന്ത് ചെയ്യും? ഈ മെസ്സേജ് അയക്കലൊക്കെ തുടങ്ങി. ഇതെന്ത് പറഞ്ഞിട്ടും നിർത്തി എന്ന് പറയും, പക്ഷേ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് വീണ്ടും തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ഇതൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഈ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പെൺകുട്ടിനോട് പറഞ്ഞ വാക്കുകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ആദ്യം പറയുന്നത്. വളരെ കൂളായി അവളിരുന്നു. പൊതുവേ നമ്മളൊക്കെ ചെറുപ്പത്തിൽ, നമ്മൾ 7ാം ക്ലാസ് കഴിഞ്ഞവരാണല്ലോ അല്ലേ? അന്ന് ഒരു പക്ഷേ മാവിൽ കല്ലെറിഞ്ഞിട്ടും അതേപോലെ തന്നെ ക്രിക്കറ്റ് കളിച്ചിട്ടും ഒക്കെ നടക്കുന്ന ഒരു ടൈമായിരിക്കും ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വല്ല കക്കുകളിയോ അങ്ങനെ എന്തൊക്കെ കളികളുണ്ട് അല്ലേ? അങ്ങനത്തെ കളികളൊക്കെ ആയിരിക്കും ഉണ്ടാകും. പക്ഷേ ഈ പെൺകുട്ടിൻ്റെ മുന്നിലിരുന്നിട്ട് പറഞ്ഞ വാചകം എന്താ അറിയാം? നിങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു. എനിക്കിപ്പോൾ വയസ്സ് 13-14 ആയിട്ടുണ്ട്. 18ാമത്തെ വയസ്സായി കഴിഞ്ഞാൽ ഞാൻ ഓൻ്റെ കൂടെ പോകും. നിങ്ങളൊന്ന് ആലോചിച്ച്, നിങ്ങളാണെങ്കിൽ എന്താ കാര്യം ചെയ്യുക? അങ്ങനത്തെ ഒരു മകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്താ പറയുക? 2 പൊട്ടിച്ചു അല്ലേ? ആ ഉമ്മ 2 അതിൽ കൂടുതൽ കൊടുത്തിക്കണ്. എന്നിട്ടും എന്ത് ചെയ്തിട്ടില്ല? കുട്ടിക്കൊരു മാറ്റമില്ല. ഇപ്പോൾ ആ കുട്ടി സംസാരിച്ച് എന്നോട് പറഞ്ഞെന്താണെന്നറിയോ? എൻ്റെ ഉമ്മ ഇന്നെ തല്ലുകയാണെങ്കിൽ ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോകും. എന്നിട്ട് ഞാൻ പറയും എൻ്റെ ഉമ്മ എന്നെ തല്ലുകയാണ്. ഇനി എന്താ നമ്മൾ പറയാം? ഇങ്ങനത്തെ ഒരു സാഹചര്യം മനസ്സിലായോ? ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലുള്ള കുറേ കാര്യം ആ കുട്ടി പറഞ്ഞതിൽ 1-2 കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞത്. തികച്ചും വല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്ന് ആയത്ത് വെച്ചും ഹദീസ് വെച്ചും പറയേണ്ടതില്ല. കാരണം നമ്മൾ കണ്ണ് തുറന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. കണ്ണ് തുറന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഇന്നത്തെ ഒരവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. ചെറിയ ചെറിയ പെൺകുട്ടികൾ അവളുടെ കൂടെ പഠിക്കുന്നവൻ്റെ കൂടെ ഒളിച്ചോടിപ്പോകുക. ഒരു സംഭവം കൂടി ഞാനിതിലേക്ക് ചേർത്ത് വെച്ച് പറയാം. ഏകദേശം 6-7 മാസങ്ങൾക്ക് മുമ്പ് ഒരു ശനിയാഴ്ച രാത്രി കൃത്യം 8:30 മണിയായിട്ടുണ്ടാകും. 8:30 അല്ലെങ്കിൽ 8 മണി കഴിഞ്ഞു. ആ സമയത്ത് എൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. എനിക്ക് വളരെ പരിചയമുള്ളവരാണ്.
അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ വേണ്ടി വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ പറഞ്ഞോളി. നിങ്ങൾ തിരക്കിലാണോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വന്നിക്കാണ്, ഫ്രീ ആണെന്ന്. എന്നോട് പറഞ്ഞു, ഇന്ന് നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി. അവരുടെ മോൾ എനിക്കറിയാം, പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളൂ, 18 വയസ്സാണ്. അപ്പം എന്തൊക്കെയോ ചില വാക്കുകൾ മകളുടെ നാവിൽ നിന്ന് വന്നപ്പോൾ ഈ വാപ്പ പറഞ്ഞു, നീ വല്ലാതെ കളിക്കുകയാണെങ്കിൽ എന്നെ ഞാൻ വേഗം ചെയ്യും, കെട്ടിക്കൂട്ടോ, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഈ സംസാരം കഴിഞ്ഞ് വാപ്പ അസർ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോയി. ഉമ്മയാകട്ടെ നിസ്കരിക്കാനും കയറി. ഈ സമയത്ത് അവരുടെ വീടിൻ്റെ മുറ്റത്തേക്ക് ബൈക്കുമായി ഒരു ചെറുപ്പക്കാരൻ വന്നു. ഇവൾ അവളുടെ ബാഗും എടുത്തുകൊണ്ട് ആ ചെറുപ്പക്കാരൻ്റെ കൂടെ പോയി. 8 മണി വരെ ഇവർ പരമാവധി നോക്കി, എവിടെയൊക്കെ ഉണ്ടോയെന്ന് അന്വേഷിച്ചു, എവിടൊന്നും കാണാനില്ല. എന്നിട്ട് അവസാനം എന്താണ് ഇപ്പോൾ ഇതിൽ ഇനി ഒരു കാര്യം ചെയ്യാനുള്ളത് എന്ന് വിചാരിച്ചിട്ട് എന്നെ വിളിക്കണം, എന്തെങ്കിലും ഒരു കാര്യം ഇതിൽ ചെയ്യാനുള്ള, ഒരിക്കലും അറിയണില്ല എന്താ ചെയ്യണ്ടേ. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ വേഗം എന്ത് ചെയ്യും, ഒരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലും, നമ്മുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെല്ലും, അവിടെ ചെന്ന് പറയുന്നതാണ്. അപ്പോൾ എന്താ പറയേണ്ടതെന്ന് ചോദിച്ചു. നിങ്ങൾ ഉണ്ടായ സംഭവം പറഞ്ഞാൽ ഇനി അവർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഇതിൽ ഇടപെടാൻ പറ്റുള്ളൂ, നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല. നേരെ അവർ പോയി പോലീസ് സ്റ്റേഷനിൽ റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുത്തു. അവരന്വേഷിച്ച് നോക്കുമ്പോൾ ഈ പെൺകുട്ടി, പാലക്കാട് ജില്ലയിലുള്ള പെൺകുട്ടി, എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. ആ ചെറുപ്പക്കാരൻ്റെ കൂടെ, ഈ ചെറുപ്പക്കാരൻ ആരാന്ന് കൂടി പറഞ്ഞുതരാം. അവരവിടെ എത്തി, പോലീസ് വിളിച്ചിട്ട് പറഞ്ഞു തിരിച്ചു പോരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞായറാഴ്ച അവർ തിരിച്ചു വരികയാണ്. കേസായതുകൊണ്ട് തന്നെ നേരെ മജിസ്ട്രേറ്റിൻ്റെ മുന്നിലാണ് ഹാജരാക്കുന്നത്. മജിസ്ട്രേറ്റ് ചോദിച്ചു, എന്താണ് ചെയ്യണ്ടേ? അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, ഞാൻ പനപ്പും പോയിക്കോളാം, പക്ഷേ എനിക്കെന്ത് ചെയ്യണം, അവനെ കല്യാണം കഴിക്കണം. അങ്ങനെ അവർ സമ്മതിച്ചു. അങ്ങനെ വരുന്ന സമയത്ത് അവർ വീണ്ടും എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞത് ആ മോളെടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഫോണിലൂടെ കൂടുതൽ സംസാരിച്ചിട്ടൊന്നും കാര്യമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് മോളെ സംസാരിക്കാം, ഇപ്പോൾ മോള് വീട്ടിൽ ചെല്ലുന്നിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞായറാഴ്ച കഴിഞ്ഞു, തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ച ഈ ഏത് ചെക്കൻ്റെ കൂടെയാണോ ഈ പെൺകുട്ടി പോയത്, അവരുടെ വീട്ടുകാർ ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വരികയാണ്. എന്തിനാണെന്നറിയും? എന്തിനാ? ഇവരെ കല്യാണം പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട്, ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്നറിയും? ഇവള് പഠിക്കുന്ന ക്ലാസ്സിൽ തന്നെയാണ് ആ ചെക്കനുള്ളത്. 18 വയസ്സാണ്. 18 വയസ്സുള്ള ഒരു ആൺകുട്ടിക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇവരോട് പറഞ്ഞു, ഇപ്പോൾ സമയമായിട്ടില്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇപ്പോൾ തൽക്കാലം രണ്ടാളും ഇങ്ങനെ പോട്ടെ, നിങ്ങളിഞ്ഞ് വല്ലാതെ ബന്ധമൊന്നും വേണ്ട, അവനൊരു പ്രായമായി, അവനൊരു ജോലിയൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് ശരിയാക്കാം. സ്വാഭാവികമായിട്ടും ഒരു രക്ഷിതാവെന്ന നിലക്ക് 2 കൂട്ടരുടെ രക്ഷിതാക്കളും അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി, ഇത് ഞങ്ങൾ അകറ്റാൻ വേണ്ടിയിട്ടാണ്. അന്ന് രാത്രി വീണ്ടും ആ കുട്ടി ഇറങ്ങിപ്പോയി. വീണ്ടും എറണാകുളത്തെത്തി. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഈ രക്ഷിതാവിനെ വിളിച്ച് എന്താ ചെയ്യണ്ടേ? ഞാൻ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇനിയിപ്പോൾ അതിലൊന്നും നമുക്ക് ചെയ്യാനില്ല, നമുക്കൊന്നും ചെയ്യാനില്ല. ഇനി അവൾക്ക് വരുന്നത് എന്താണോ ആ വരുന്നത് വെച്ചിട്ട് എന്ത് ചെയ്യേണ്ടവരും കാണേണ്ടി വരും. ഈ സംഭവം കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ആ കുട്ടിയുടെ വാപ്പനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മൗലവി, ഞാൻ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ എപ്പോഴാണ് ഫ്രീ ഉണ്ടാവുക ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞോളി. മോളിങ്ങനെ വിളിക്കുന്നുണ്ട്, ഓൾ തിരിച്ചിങ്ങോട്ട് തന്നെ വരണം എന്നാണ് പറയണേ. എന്താ ഇപ്പം ചെയ്യണ്ടേ? ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു തീരുമാനത്തിൽ, ഒരു ചെറിയ ഒരു അട്രാക്ഷൻ്റെ പേരിൽ ഏതോ ഒരു ചെറുപ്പക്കാരനോട് തോന്നിയ ബന്ധം അത് എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ട് പരിപൂർണ തെറ്റിലേക്ക് പോയി. പക്ഷേ പിന്നീട് ജീവിതം തുടങ്ങിയപ്പോൾ അവർക്ക് എന്ത് ചെയ്യാണ്? ബോധോദയം ഉണ്ടാവുകയാണ്. അതായത് അതുവരെ മെസ്സേജ് അയച്ചതല്ല ജീവിതം, അതുവരെ വിളിച്ചു പറഞ്ഞ വാക്കുകളല്ല ജീവിതം. ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ
അവർ കണ്ടതും കേട്ടതും അനുഭവിച്ചതും ഒന്നുമല്ല, ഇപ്പോഴുള്ളത് വേറെ തന്നെയാണ് എന്ന ഒരു ബോധ്യപ്പെടൽ അവർക്കുണ്ടായി. ഞാൻ ഈ 1-2 അനുഭവങ്ങൾ നിങ്ങളുടെ മുന്നിൽ ആദ്യം തന്നെ വെക്കാനുള്ള കാരണം, ഇന്ന് നമ്മുടെ സമൂഹം എവിടെ എത്തി നിൽക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഉറപ്പാണല്ലോ. ഇപ്പം നിങ്ങളോട് വന്നിട്ട് പറയാണ്, നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ പരിചയമുള്ള കുറച്ച് പ്രശ്നങ്ങൾ പറയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഇന്ന് രാത്രി 12 മണിയായാലും തീരൂല, ആ പ്രശ്നം പറയുന്നത് തീരൂല. അത്രയേറെ പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്. എന്നാൽ എന്താണ് പരിഹാരം? എന്താണ് പരിഹാരം? അത് മാത്രമേ ഞാൻ അവിടെ പറയുന്നുള്ളൂ. പ്രശ്നങ്ങൾ പറയണില്ല. പ്രശ്നം ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. അവിടെ പരിഹാരം കാണേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം നമ്മളെന്ന് പറയുന്ന രക്ഷിതാവ് എങ്ങനെയാണെന്നുള്ളത് ആദ്യം പരിശോധിക്കണം. നമ്മുടെ കാര്യത്തിലേക്കൊന്ന് വരാം. ഞാനിവിടെ 3 തരത്തിലുള്ള രക്ഷിതാക്കളെ പറയാം. 3 തരത്തിലുള്ള രക്ഷിതാക്കൾ. അതിൽ നമ്മൾ ഏതിലാണെന്നുള്ളത് എന്ത് ചെയ്യണം? നിങ്ങൾ പറയണം. റെഡിയല്ലേ? അതാ പോയി. റെഡിയാണോ? റെഡി. ഒന്നാമത്തെ രക്ഷിതാവ് ആരെന്നറിയോ? ഞാൻ എങ്ങനെയാണോ വളർന്നത്, എൻ്റെ വാപ്പയും ഉമ്മയും എന്നെ എങ്ങനെയാണോ വളർത്തിയത്, അങ്ങനെ തന്നെ എൻ്റെ കുട്ടികളെ വളർത്തി. എൻ്റെ വാപ്പയൊന്നും ഇന്നെ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഇജ്ജും പോകണം. ഞാൻ ഇങ്ങനെയായിരുന്നു, ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ എങ്ങനെയായിരുന്നു, ഞങ്ങളൊക്കെ കോളേജിൽ പോകുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റുമോ അങ്ങനെ പോയാൽ പറ്റും, അല്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റും. ഈ രൂപത്തിൽ താൻ എങ്ങനെ ജീവിച്ചോ അതുപോലെ തൻ്റെ മക്കളും ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കാറ്റഗറി, ഒന്നാമത്തെ വിഭാഗം അതാണ്. ശ്രദ്ധിക്കണം, ഞാൻ ചോദിക്കും, ലാസ്റ്റ് ചോദിക്കും. രണ്ടാമത്തെ വിഭാഗം ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കോ പറ്റിയില്ല, എൻ്റെ കുട്ടികൾ ആർമാദിച്ചോട്ടെ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഉമ്മ ചെയ്തു തരും. നിങ്ങൾക്ക് പൈസ വേണോ? ഞാൻ തരാം. മൊബൈലോ വേണ്ടേ? ഏതാ വേണ്ട? ഐഫോൺ വേണോ? ഏറ്റവും പുതിയത് വേണോ? ഒക്കെ റെഡി. അതിൻ്റെ പേരിൽ ഇനി ഒരു പ്രശ്നം വേണ്ട, നമ്മളെ വീട്ടിൽ അങ്ങനത്തെ ഒരു തർക്കം വേണ്ട, നിനക്ക് എന്താണോ ആഗ്രഹം അത് ഞാൻ ചെയ്തു. കുട്ടികൾക്കനുസരിച്ചുകൊണ്ട് നിലപാടുകൾ മാറ്റുന്ന രണ്ടാമത്തെ ഉമ്മ. ഇനി മൂന്നാമത്തെ ഉമ്മ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടി ഏത് ക്ലാസ്സിലാ? കഴിഞ്ഞല്ലപ്പോൾ 5-ലിരുന്നു. അപ്പോൾ 6 തന്നെ ആയിരിക്കും. 6 ഏതിലാ? അത് A ആണോ B ആണോ എനിക്ക് ഉറപ്പില്ല, ഏതൊന്നിലാണ്. ഒരേ ക്ലാസ് ടീച്ചർ ഏതാ? പണ്ടൊരു ടീച്ചറിനായിരുന്നു, അതിൻ്റെ പേര് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇപ്പോഴത്തെ എനിക്കറിയില്ല. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ? ഇങ്ങനെ കുട്ടിയുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. അവരുടെ പഠിപ്പിനെക്കുറിച്ചോ അവരുടെ വളർച്ചയെക്കുറിച്ചോ അവരുടെ ശാരീരിക പ്രശ്നങ്ങളെക്കുറിച്ചോ അവരുടെ മാനസികമായ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും അറിയാത്തൊരു. ഇതാണ് മൂന്നാമത്തൊരു. ക്ലിയർ ആണോ? ഓക്കെ, 3 പറഞ്ഞില്ലേ? ഇതിൽ നമ്മളില്ലല്ലോ, ഉണ്ടോ അല്ലേ? ഇല്ല. എന്നാൽ ഇനി 4മത്തൊരുമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാലത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ പണ്ടത്തെ അവസ്ഥയൊന്നും അല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണം. നമ്മുടെ പാരൻറ്റിങ്ങിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ചിലതൊക്കെ കുട്ടികൾക്ക് വിട്ടുകൊടുക്കണം, ചിലതൊക്കെ കുറച്ചൊന്ന് പിടിച്ചു വെക്കണം. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതോടൊപ്പം നമ്മളൊരു ശ്രദ്ധയും സൂക്ഷ്മതയും അവരുടെ കാര്യത്തിലുണ്ടാവും. ഇതാണ് 4മത്തെ. ഇതിലേതാണ് ഏറ്റവും നല്ല ഉമ്മ? ഏതാ? അതേത് പോലീസുകാരനും പറയാൻ പറ്റും അല്ലേ? 4മത്തേന്ന് പറഞ്ഞാൽ മതി. ഇനി ആ ചോദ്യം എന്താണെന്നറിയോ? ആ 4മത്തതാണോ നമ്മൾ എന്നെന്ത് ചെയ്യണം? നമ്മൾ സ്വയം പരിശോധിക്കും. ഇപ്പം നിങ്ങളെല്ലാം 4മത്തെ അല്ലെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും കൈവെക്കും, ഞാൻ 4മത്തെയാണ്. പക്ഷെ നിങ്ങളെ കുട്ടി അപ്പുറത്തുണ്ട്. ഏത് 4മത്തേക്കും? കുട്ടി 4മത്തെ നല്ലാതെ എന്ത് ചെയ്യൂല, നമ്മൾ 4മത്തെ ആവില്ല. എങ്കിൽ നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഞാനിങ്ങനെ പോയിന്റ് ചെയ്ത് പറയാം. ഫുള്ള് വെള്ളം കൂടി മാത്രമേ ഉള്ളൂ. കഴിഞ്ഞോ? നിങ്ങൾ ആ വെള്ളം കൂടി ഒന്ന് നിർത്തി, ഒന്ന് കൊടുക്കി. അല്ലെങ്കിൽ ഞാൻ വന്ന് കയറിയപ്പോൾ തുടങ്ങിയതാണ് വെള്ളം കൂടി. പറയണത് ഞാനാണ്, കുടിക്കണത് നിങ്ങളുമാണ് അല്ലേ? ഓക്കെ, എന്നാലേ എല്ലാവരും ശ്രദ്ധിക്കണ്ടോ അല്ലേ? ഓക്കെ, നമ്മളിവിടെ ആദ്യം ഈ ഒരു ക്ലാസ്സിൻ്റെ പ്രസക്തി ഞങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തിനാണ് ഇങ്ങനത്തെ ഒരു ക്ലാസ്? പൊതുവേ നമ്മളൊക്കെ പറയുന്നൊരു വാക്കാണ്, ഞാനൊന്ന് ചെറുപ്പത്തിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മ ഒരിക്കൽ പോലും ആ സ്കൂളിൻ്റെ വരാന്തിക്ക് വന്നിട്ടില്ല. അന്ന് കാണോ? ഇല്ല. നമ്മളാരെങ്കിലും നമ്മുടെ അമ്മമാർ പാരൻറ്റിങ് ക്ലാസ് കേട്ടിക്കണോ? ഇല്ല. ഒരാകെ കേട്ടിക്കണം എന്താ? നല്ലോണം തല്ലണം, എന്നാൽ കുട്ടി നന്നാവും. അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല. ഒരു തല്ലി പഠിപ്പിച്ചാൽ മാത്രമേ കുട്ടി ശരിയാകൂ എന്നതാണ് അവരുടെ പോളിസി.
എന്നാൽ ഇന്ന് ആ പോളിസി അല്ല. കുറേ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അതിൽ ഞാൻ ഒരു 4-5 കാര്യങ്ങൾ മാത്രം പറയും. ഇത് എണ്ണം പറയണത് നിങ്ങൾക്കൊക്കെ നോട്ട് ബുക്ക് പേനക്കല്ലേ? ഇല്ല, ഇവിടെ തന്നിട്ടില്ലേ? ഉണ്ടോ അല്ലേ? ഇല്ല, തന്നിട്ടില്ല. എന്ത് മനുഷ്യന്മാരവര്! നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി കേട്ടോ, ഓർത്തു വെച്ചാൽ മതി. വളരെ പ്രധാനപ്പെട്ടൊരു 4-5 കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ നിർത്തും. ഓക്കെ? പക്ഷെ ലാസ്റ്റ് എനിക്ക് പറഞ്ഞു തരണം അത് എന്തൊക്കെയാണെന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ക്ലാസ്സൊക്കെ അടിപൊളി ക്ലാസ് ആയിരുന്നു, എന്താ പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല, നല്ല രസമായിരുന്നു, അതുകൊണ്ട് കാര്യമില്ല. ഈ പറഞ്ഞത് എന്താണെന്ന് ചെയ്യണം, കൃത്യമായിട്ട് നിങ്ങളെ ജീവിതത്തിൽ ഉണ്ടാവണം, ആ രൂപത്തിൽ മുന്നോട്ട്. ഒന്നാമത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമ്മളെ പരിഹാരങ്ങൾ പറയാട്ടോ. പരിഹാരങ്ങളിൽ ഒന്നാമത്തെ പരിഹാരം, നമ്മൾ ഇടപഴകുന്നത് കുട്ടികളോടാണ് എന്ന് നമ്മൾ ആദ്യം ഉറപ്പുവരുത്തണം. നമ്മൾ സംസാരിക്കണ ആരോടാ? കുട്ടികളോടാ. നമ്മളെല്ലാവരും പറയണത് എത്ര പറഞ്ഞാലും അതിന് മനസ്സിലാവില്ല. എത്ര വയസ്സായി? 4 വയസ്സായി. ഈ 4 വയസ്സായ കുട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാകണത് എന്തായിരിക്കും? അത്രയേ ഉള്ളൂ മനസ്സിലാക്കുക എന്തായാലും. ഇപ്പം നമ്മൾ ആദ്യം ഈ രക്ഷിതാക്കളോടൊക്കെ പറയുന്നത്, നിങ്ങൾക്കാണോ നിങ്ങളെ കുട്ടിക്കാണോ വയസ്സ് കൂടുതൽ? ആർക്കാ? നമുക്ക് തന്നെയല്ലേ? എന്ത് ചോദ്യമെന്നല്ലേ? ആ ചോദ്യത്തിൻ്റെ മറുപടിയാണ് നിങ്ങൾ കാണണ്ടേ. നിങ്ങളുടെ അത്ര വിവരം ചില കാര്യങ്ങളിലൊന്നും നിങ്ങളുടെ മക്കൾക്ക് കിട്ടിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടല്ലോ, 6 മാസം കഴിഞ്ഞപ്പോഴാണ് ആ കുട്ടിക്ക് ബോധം വന്നത്. മനസ്സിലായോ? അതേപോലെ നിങ്ങൾക്കിപ്പോൾ 20, 25, 30, 40, 50 വയസ്സായി. നിങ്ങളുടെ കുട്ടിക്ക് 10, 15, 20 വയസ്സായിട്ടുള്ളൂ. അപ്പം നിങ്ങളുടെ അത്ര പരിചയം അവർക്ക് കുറവായിരിക്കാം. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ അവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കാം, അവരുടെ പ്രായം നമ്മൾ തിരിച്ചറിയാം. നേരെ ശ്രദ്ധിക്കണേ, എല്ലാ കുട്ടികളോടും ഒരേപോലെയല്ല പെരുമാറേണ്ടത്. അങ്ങനെയല്ലല്ലോ നമ്മൾ കേട്ടിക്കണേ, എല്ലാവരോടും ഒരേപോലെ പെരുമാറണം എന്നല്ലേ? അല്ല, പ്രായത്തിനനുസരിച്ച് കൊണ്ട് ചില വ്യത്യാസപ്പെടുത്തലുകൾ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയാം. 2 വയസ്സുള്ള കുട്ടി, നിങ്ങളിപ്പോൾ ആ കുട്ടീനെ ചിലപ്പോൾ മടിയിൽ വെച്ചിരുത്തും അല്ലേ? നിങ്ങൾ 20 വയസ്സുള്ള കുട്ടീനെ നിങ്ങൾ മടിയിൽ വെച്ചിരുത്തുമോ? ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്തോ പ്രശ്നം ഉണ്ടാറി അല്ലേ? ആ കുട്ടിക്കോ അല്ലെങ്കിൽ ആ തള്ളക്കോ പ്രശ്നമുണ്ട്. കാരണം 20 വയസ്സുള്ള കുട്ടീനെ മടിയിൽ വെച്ചിരിക്കുക, അത്രേ ഉള്ളൂ. എങ്കിൽ അവിടെ വ്യത്യാസമുണ്ട്. ആ കുട്ടിനോടുള്ള പെരുമാറ്റത്തിൽ, കുട്ടികളോടുള്ള സംസാരത്തിൽ ഒക്കെ വ്യത്യാസം. അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസമാണ് കൗമാരം എന്ന് പറയുന്ന, ടീനേജ് എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം. നേരെ ശ്രദ്ധിച്ചോട്ടോ. നിങ്ങൾക്ക് ആ പ്രായത്തിലുള്ള കുട്ടി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ പ്രായത്തിൽ ആ കുട്ടി എത്തിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. ആൺകുട്ടിയാണെങ്കിലുള്ള ലക്ഷണങ്ങൾ കേൾക്കുക. നിങ്ങളെ കുട്ടി കൗമാരത്തിലായോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നെന്താണെന്നറിയോ, നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ പറയും, മനസ്സിലായില്ല? ഞാൻ കോമഡി സ്കിറ്റ് കാണിച്ചതല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ പറയണത് നേരെ എന്ത് ചെയ്യും, തിരിച്ച് ചെയ്യൂല എന്നൊന്നും പറയില്ല. എന്തൊക്കെയാണ് മോളുണ്ടാകും, പുറത്തേക്ക് വരില്ല. ഒന്ന് പെരുമാറ്റത്തിലുള്ളതാണ്. രണ്ടാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ സൗണ്ടൊക്കെ മാറാൻ തുടങ്ങും. നിങ്ങൾ ഭർത്താവ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് വരും. അതാരോ പുറത്താരോ വന്ന് പറയും, ആ നിങ്ങളെ മോൻ തന്നെ അറിയും അല്ലേ? അതിൻ്റെ സൗണ്ടൊക്കെ മാറി അല്ലേ? അതേപോലെ തന്നെ അവരുടെ ശാരീരികമായ മാറ്റങ്ങൾ, മീശ വരാൻ തുടങ്ങും. അതേപോലെ തന്നെ കൈ നല്ല മസിലൊക്കെ വരാൻ തുടങ്ങും. ഇങ്ങനൊരു മാറ്റം. ചില കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. എന്താ അങ്ങനെ? എന്താ എന്നോട് ഇപ്പോൾ പള്ളിയിൽ പോകാൻ വേണ്ടി പറഞ്ഞു, ഇപ്പോൾ പള്ളിക്കൊന്നുമില്ലല്ലോ. ആ കുട്ടി വലുതായി എന്നുള്ളതിൻ്റെ തെളിവാ. അങ്ങനെ കുട്ടികൾ എല്ലാത്തിനും അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം കൗൺസിലിങ്ങിന് കൊണ്ടുവരണ്ട. കാരണം ആ കുട്ടി വലുതായി എന്നുള്ളതിൻ്റെ തെളിവാണ്. ഓ നേരെ കൊണ്ടുപോയിട്ടൊരു ജ്യൂസ് ഒടിച്ചു കൊടുത്താൽ മതി, എൻ്റെ കുട്ടി വലുതായിക്കണ്. അവർ പരിഗണിക്കണം. അവിടെ ഞാൻ പറയണത്, ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഒരു കുട്ടി, ആൺകുട്ടി വലുതായി എന്നതിൻ്റെ അടയാളങ്ങളായി പറയണത്. ഇനി രണ്ടാമത്തെ, പെൺകുട്ടിയുടെ നോക്കിക്കഴിഞ്ഞാലോ, കൂടുതൽ സമയം കണ്ണാടിക്ക് മുന്നിൽ നിൽക്കാൻ തുടങ്ങും. കൂടുതൽ സമയം കണ്ണാടിക്ക് മുന്നിൽ നിൽക്കും. രണ്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെയുള്ള സംസാരത്തിൽ നിന്നും വ്യത്യസ്തമായ സംസാരങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. കുറച്ചും കൂടി നന്നാക്കും. സംസാരത്തിൽ കുറച്ചും കൂടിയും നല്ല വാക്കുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങും. ആരെങ്കിലും വിരുന്ന് വരികയാണെങ്കിൽ വേഗം എന്ത് ചെയ്യുന്ന വെച്ചാൽ റൂമിൽ പോയിരിക്കും. ഇനി നിങ്ങൾ വിരുന്ന് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ അല്ല എന്ന് പറയും. എല്ലാത്തുനിന്നും ഇങ്ങനെ മാറി നിൽക്കും.
അവർക്കൊരു ഗ്യാങ് ഉണ്ടാവും, ആ ഗ്യാങ്ങിനോട് ഭയങ്കര കമ്പനിയാക്കാൻ. എന്നാൽ ബാക്കിയുള്ളവരോടോ അത്ര ഉണ്ടാവും. അപ്പം അതൊന്ന് മനസ്സിലാക്കുക, എൻ്റെ കുട്ടിക്ക് എന്തേക്കണ്, ടീനേജ് പ്രായത്തിക്കണ് അല്ലേ. ഇത് ഞാൻ എന്തിനാ എത്രയും പറഞ്ഞെന്നറിയും, ഇതൊക്കെ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ്. പക്ഷെ ഇത് ബോധ്യപ്പെടുത്തി തരികയാണ്. ഇതൊക്കെ പ്രകടമായ മാറ്റങ്ങളാണെങ്കിൽ ഇതിലേറെ വലിയ മാറ്റങ്ങൾ അവരുടെ ഉള്ളിൽ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയുന്ന കാര്യമാണെങ്കിൽ, നിങ്ങളുടെ കുട്ടിയുടെ ശബ്ദം മാറുന്നുണ്ട്, അവൻ്റെ ശാരീരികമായ മാറ്റങ്ങളുണ്ട്, പെരുമാറ്റത്തിൽ മാറ്റമുണ്ട് എങ്കിൽ അവൻ്റെ ഉള്ളിലുള്ള ഹോർമോണിൽ ചേഞ്ച് വന്നുകൊണ്ടേയിരിക്കണം. വല്ലാത്ത മാറ്റമായിരിക്കുന്നു. ഈ ടീനേജ് പ്രായത്തിലുള്ള കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പ്രസവിക്കപ്പെട്ട ഒരു കുട്ടിയെ പോലെയായിരിക്കുന്ന. ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്താണെന്നുള്ളത്. നിങ്ങൾ ആ പ്രായത്തിലുള്ള കുട്ടി ശരിക്കും നമ്മളെ വീട്ടിലെ കുട്ടിയാണോ വലിയ ആളാണോ? ആ പ്രായത്തിലുള്ള കുട്ടി കുട്ടിയാണോ വലിയ ആളാണോ? നമുക്ക് ഇപ്പോഴും ഉറപ്പായിട്ടില്ല, നമ്മുടെ കുട്ടിക്ക് തീരെ ഉറപ്പായിട്ടില്ല. അതിൻ്റെ തെളിവ് പറഞ്ഞുതരാം. നിങ്ങൾ ഇവിടുന്ന് പോണ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ 2-3 കുട്ടികളുണ്ട് വിചാരിച്ചോ. ഒന്ന് കൗമാരത്തിലാണ് അല്ലെങ്കിൽ ടീനേജിലാണ്, മറ്റ് 2 ചെറിയ കുട്ടികളാണ്. നിങ്ങൾ എന്ത് ചെയ്തു? 2 ഐസ്ക്രീമുമായിട്ട് പോയി. 2 അങ്ങനെ കൊടുക്കുമ്പോൾ മറ്റയാളും വരും അല്ലേ, മുതിർന്ന കുട്ടി. അതെന്താ എനിക്കില്ലേ, ഇതൊക്കെ വലുതേക്കാണ് പോകുന്നു അല്ലേ, എന്ത് ചെയ്യൂല, കൊടുക്കൂല. നാളെ നിങ്ങൾ വലിയ ആൾക്കാരെല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറയാം, കുട്ടികളെല്ലാവരും പോയി എന്ന് പറയും. അപ്പോൾ ഓൻ അവിടെ അങ്ങനെ ഇരിക്കും, ഞാൻ വലുതാണല്ലോ അല്ലേ, ഞാൻ അങ്ങനെ വലുതാണ്. അപ്പോൾ പറയേ ഇത് കുട്ടിയാണ് പോകുന്നത്. പോനെ ഇന്നലെ പറഞ്ഞു വലുതാണ്, ഇന്ന് പറയണു ചെറുതാണ്. ഞാൻ സത്യത്തിൽ ഏതാ? ശരിയല്ലേ? ശരിയല്ലേ? ഇതന്നെ പ്രശ്നം. ആ കുട്ടിക്ക് മനസ്സിലാവണില്ല ഞാൻ ഏതാണ്, എൻ്റെ അവസ്ഥ എന്താണ്. നമ്മളൊക്കെ ആ പ്രായം കഴിഞ്ഞവരാണ്. പക്ഷേ നമ്മുടെ മക്കൾ ഇപ്പോൾ ആ പ്രായത്തിലാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന പ്രായമാണത്. പലതും തിരിച്ചറിയാൻ പറ്റാത്തൊരു പ്രായമാണത്. അവൻ സ്വന്തത്തെ അറിയാത്തൊരു പ്രായമാണ്. അവിടെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അവരെ ചേർത്ത് നിർത്തണം എന്ന് പറയുന്നത്. അവരെ ചേർത്ത് നിർത്തണം, അവരുമായിട്ട് നല്ല ഒരു ബന്ധം ഉണ്ടാക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖൗല എന്ന നിലക്കും അല്ലെങ്കിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖൗല എന്ന നിലക്കൊക്കെ നമുക്ക് ചില വാചകങ്ങൾ കാണുവാൻ സാധിക്കും. കുട്ടികളോട് ആദ്യത്തെ 7 വയസ്സുവരെ നിങ്ങൾ അവരോടൊപ്പം കളിക്കണം എന്നാണ് പറഞ്ഞത്. അവരോടൊപ്പം കളിക്കുക 7 വയസ്സ് വരെ. നമ്മളൊക്കെ ചിലപ്പോൾ 2 വയസ്സ് 3 വയസ്സൊക്കെ നോക്കും. 4 വയസ്സായ ഇവിടുന്ന് തന്തയ്ക്കുന്നു പറയും അല്ലേ. അല്ലെങ്കിൽ ആ കുട്ടീനെ എന്ത് ചെയ്യും, ഫുള്ളിങ്ങനെ അകറ്റി വിടുക. 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ കുട്ടികൾക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കണം. അദബ് പഠിപ്പിച്ചു കൊടുക്കുക, മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കണൊക്കെ അപ്പോഴാണ്. 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെ കുട്ടിയോട് അവൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് മാറണം. ഏറ്റവും കൂടുതൽ കുട്ടികൾ അകറ്റി നിൽക്കുന്ന ടൈമാണത് നമ്മളെ അല്ലേ. ശരിക്കും നമ്മൾ അകറ്റുകയാണോ നമ്മൾ അവരകറ്റുകയാണോ? ഏതാ? നമ്മൾ അവരെയാണ് അകറ്റണത്. അതിൻ്റെ കാരണം പറഞ്ഞിട്ടേ നമ്മളങ്ങോട്ട് തുടങ്ങും. ഈ കുട്ടി ഇങ്ങനെ വലുതാകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വലിയ ഉപദേശങ്ങളാണ്, വാരിക്കോരി ഉപദേശം കൊടുക്കും. ഇനി നമ്മളൊന്നും ഉപദേശിച്ചിട്ട് പോരാത്തതിന് നമ്മൾ വിളിച്ചു പറയും, ഇതാ എൻ്റെ മോൻ അവിടെ വരുന്നുണ്ട് കേട്ടോ ക്ലാസ്സിൽ, നിങ്ങൾ നല്ലൊന്ന് പറയണേ അല്ലേ. നമ്മളൊക്കെ ആൾക്കാരെ, നമ്മളത്തൊക്കെ ഒരു മെഷീനുണ്ട്, അറിയില്ലേ? അറിയില്ല? ഒട്ടുമിക്ക ഉസ്താദുമാരെടുത്തും എന്തുണ്ട്, ഒരു മെഷീനുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ എന്ത് പറയും, എൻ്റെ കുട്ടീനെ നന്നാക്കി തരുമെന്ന് അറിയണേ. വാഷിംഗ് മെഷീൻ പോലത്തെ ഒരു സാധനം അതിൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ കുട്ടി നന്നായിട്ട് വരും. ഇത് നമ്മൾ ഉപദേശിച്ചിട്ടൊന്നൊരു കാര്യമില്ല. അവിടെ നമുക്കുള്ള മാറ്റങ്ങളുണ്ട്, നമ്മൾ മാറേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒരു സ്ത്രീ എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ന ആളല്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ. പിന്നെ എൻ്റെ മോളൊരു പ്രശ്നം പറയാൻ വേണ്ടി വിളിച്ചതാണ്. അവൾക്കൊരു ചെറുപ്പക്കാരനോടൊരു പ്രശ്നമുണ്ട്, നിങ്ങളൊന്ന് ഉപദേശിക്കട്ടോ. ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാ? അല്ല ഞാൻ ഇന്ന ആളാണ്, എനിക്ക് നിങ്ങളെ നമ്പർ ഒരാൾ തന്നതാണ്, നിങ്ങളെന്തൊന്ന് പറയുക, ഞാൻ കൊടുക്കാം, മോളെടുത്ത് കൊടുക്കാം. അപ്പം 1 മിനിറ്റ് നിങ്ങൾ കൊടുക്കാൻ വരട്ടെ, എന്താ പ്രശ്നം എന്താ ചോദിച്ചു. അതെ, ഓൾക്കൊരു ചെറുക്കനോടൊരു പ്രശ്നമുണ്ട്, ഒരു അടുപ്പുണ്ട്, അതൊന്നും നിങ്ങൾ പറഞ്ഞ് ശരിയാക്കണം. അപ്പം എന്ത് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞു ചോദിച്ചു. അതിൽ ഉമ്മ പറഞ്ഞെന്താ അറിയോ? ഞാൻ പറഞ്ഞു, ഓളൊപ്പ പറഞ്ഞു, ഓളെ വല്യപ്പ പറഞ്ഞു, വല്യമ്മ പറഞ്ഞു, എന്നിട്ടൊന്നും ശരിയാവണില്ല, നിങ്ങളൊന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു, സ്വന്തം ഉമ്മയും ഉപ്പയും വല്യമ്മയും വല്യപ്പയും പറഞ്ഞിട്ട് കേൾക്കാത്തൊരു കുട്ടി, ഒരു പരിചയമല്ലാത്ത ഞാൻ പറഞ്ഞ എങ്ങനെ കേൾക്കുക വെച്ചു. അല്ല, എന്നാലും നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കും, നിങ്ങളൊന്ന് സംസാരിക്കുന്നു, നമ്മൾ സംസാരിക്കൂല.
ഇല്ല. നിങ്ങൾക്ക് സംസാരിക്കണോ, നിങ്ങൾ ഇവിടെ നമ്മുടെ ഓഫീസിൽ വരും, നമുക്ക് അവിടുന്ന് സംസാരിക്കണം. അപ്പോൾ ഒരു ഇത്രയും ദൂരല്ലേ, അത് നിങ്ങളുടെ ആവശ്യമാണ്, വേണമെങ്കിൽ വരാം. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഉമ്മയും മകളും അവരുടെ ഒരു റിലേറ്റീവും കൂടി വന്ന് കയറിയേക്കന്നെ മകളെ മാറ്റിയെടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഫസ്റ്റ് പറയട്ടില്ലായിരുന്നു. ഉമ്മ പറഞ്ഞ് ഏകദേശം ഒരു 15 മിനിറ്റ് ആയപ്പോഴത്തേന് എനിക്ക് മനസ്സിലായി കൗൺസിലിംഗ് ആദ്യം കൊടുക്കേണ്ടത് ഉമ്മാക്കാണെന്ന്. കാരണം ഉമ്മാൻ്റെ പെരുമാറ്റം അങ്ങനത്തെയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞു. ഉമ്മാനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് മോളോട് കേട്ടപ്പോൾ മോളടുത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അതിലേറെ വലിയ പ്രശ്നം ഉമ്മാക്കുണ്ടായി. അപ്പോൾ ഉമ്മാനോട് കുറച്ച് കാര്യങ്ങൾ തിരുത്താൻ വേണ്ടി പറഞ്ഞു. അൽഹംദുലില്ലാഹ് ഒരു 2-3 മാസം കഴിഞ്ഞ് ഞാൻ ആ വഴി പരിപാടിക്ക് പോകുന്ന സമയത്ത് അവരവിടെ വന്നിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, കുട്ടിക്കിപ്പോൾ നല്ല മാറ്റം ഉണ്ടായിരുന്നു. ആര്? ഉമ്മ. സത്യത്തിൽ ആർക്കാ മാറിയിരിക്കണേ? ഉമ്മ മാറിയത്. ഉമ്മ മാറിയപ്പോൾ എന്ത് ചെയ്ത്? കുട്ടിയും മാറി. അവിടെ ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മക്കളുടെ പ്രായം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവരോട് പെരുമാറണം. എല്ലാ കുട്ടികളോടും ഒരേപോലെ ആവരുത്. ചില വ്യത്യാസങ്ങൾ അവരുടെ പ്രായത്തിനനുസരിച്ചുകൊണ്ട് ചില പരിഗണനകൾ കൊടുക്കണം. പ്രത്യേകിച്ച് കൗമാര പ്രായത്തിലുള്ള കുട്ടികളോട് കുറേ ദേഷ്യപ്പെടരുത് നമ്മൾ. ശ്രദ്ധിക്കുക, അവരോട് ദേഷ്യപ്പെടല്ല വേണ്ടേ, അവരോട് ചൂടാവല്ല വേണ്ടേ, അവരെ ചേർത്ത് നിർത്താൻ വേണ്ടേ. എന്തായാലും അവർ പറയുന്നത് എതിരായിരിക്കും. അപ്പോഴും നമ്മൾ എന്താ പറയണ്ടോ, നീ അങ്ങനെ ചെയ്യരുത് എന്ന് പറയരുത്. നമ്മൾ ചേർത്ത് നിർത്തിയിട്ട് പറയാം, ഉമ്മാൻ്റെ കുട്ടി ഒന്ന് ആലോചിച്ച് നോക്കിക്കാം, ഉമ്മാൻ്റെ കുട്ടി ഉമ്മയായി കഴിഞ്ഞാൽ എന്താ അവസ്ഥ, ഇപ്പം ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ വന്നാൽ നീ എന്താ ചെയ്യും? ഇങ്ങനെ അവരെ ചേർത്ത് നിർത്തിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ സംസാരിക്കാൻ ശ്രദ്ധിക്കണം. ഞാൻ പറയണ ക്ലിയർ ആണോ? അല്ലേ? ഇല്ലേ? ഓക്കെ ആണോ? നമ്മൾ ചില ആൾക്കാർക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ടോ? ക്ഷീണമുണ്ടോ? ഉണ്ടല്ലേ? കുറച്ചും കൂടി പറയട്ടെ റെഡി അല്ലേ? ഓക്കെ. എന്നാൽ ഞാൻ രണ്ടാമത്തെ ഒരു വിഷയം എന്താണെന്നറിയോ? രണ്ടാമത്തെ കാര്യം, നമ്മൾ കുട്ടികളോട് കുറേ പറയുന്നതിനേക്കാൾ ഹൈറ് പ്രവർത്തിക്കണം, നമ്മൾ ചെയ്ത് കാണിക്കണം. ഒന്നും കൂടി പറയാം, നിങ്ങളൊരു കുട്ടിനെ വിളിച്ചിട്ട് 100 തവണ നിസ്കരിക്കണം എന്ന് പറയുന്നതിനേക്കാൾ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്താൽ എന്ത് ചെയ്യും? കുട്ടി മാറും. ഈ ഇരിക്കണ ഒട്ടുമിക്ക ഉമ്മമാർക്കൊരു പരാതിയുണ്ട്. എന്താണെന്നറിയും? നിസ്കരിക്കാൻ പറഞ്ഞാണ്ട് പോവില്ല. ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ അടുക്കളയിൽ നിന്ന് വിളിക്കും, ബാങ്ക് കൊടുത്തിട്ടോ? അമ്മ. കുറച്ച് കഴിഞ്ഞിട്ട് ബാങ്ക് കൊടുത്ത് 10 മിനിറ്റായി, അമ്മ. അല്ലേ? ആ ആമയും മൊയിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലാതെ എന്ത് ചെയ്യൂല? പള്ളി പോകില്ല. നിങ്ങളെ കുട്ടി പെട്ടെന്ന് നിസ്കരിക്കണോ വേണ്ടേ? വേണ്ടേ? മിണ്ടിടില്ല. വേണം. എന്നാൽ ഞാൻ പറയുന്ന ഒരു കാര്യങ്ങൾ ചെയ്യണം. അത് നിങ്ങൾ ചെയ്താൽ 100% ഉറപ്പാണ് നിങ്ങളെ കുട്ടി നിസ്കരിക്കും. പറയട്ടെ, ബാങ്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ അടുപ്പത്ത് വെച്ചിട്ടുള്ള സാധനമല്ലേ, തൽക്കാലം ഒന്ന് നിർത്തുക. നേരെ നിങ്ങൾ എന്ത് ചെയ്യുക? വാഷ്റൂമിൽ പോവുക. നിങ്ങൾ ഫ്രഷ് ആവേണ്ടതുണ്ടെങ്കിൽ ഫ്രഷ് ആവുക. നേരെ പൊതുവെടുക്കുക, വന്ന് മുസല്ല വിരിക്കുക, നിസ്കാരക്കുപ്പായ ഇടുക. എന്നിട്ട് ആ നിസ്കാരക്കുപ്പായ ഇട്ട് വന്നിട്ട് നേരെ ഓഫീസ് റൂമിൽ വന്നിട്ട് അവിടെ ഇരുന്ന് ഗെയിം കളിക്കുന്ന, അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടീനോട് പറയുക, ദാ ഉമ്മ ഒതുടുത്തിട്ടുണ്ട്, ഞാൻ സുന്നത്ത് നിസ്കരിക്കട്ടെ, അപ്പോഴേക്ക് ഒതുടുത്തു വാ. മനസ്സിലായോ? ഇങ്ങനൊരു കാര്യം ചെയ്താൽ പിന്നെ ഒരിക്കൽ എന്തില്ല? വേറൊരു ചോയ്സ് ഇല്ല. മറ്റെന്താണെന്നറിയോ? നമ്മളിങ്ങനെ വിളിച്ചു പറയുമ്പോൾ കുട്ടി എന്താ, ആ അമ്മ അവിടെ ഇരിക്കല്ലേ, അമ്മ വരട്ടെ. ഉമ്മ നിസ്കരിച്ചിട്ടൊന്നുമില്ലല്ലോ, ഉമ്മ എന്നോട് ഇങ്ങനെ പറയല്ലേ, അതുകൊണ്ട് ഉമ്മ വരട്ടെ. നമ്മളിത് പറയുന്നത് ഇങ്ങനെ കാത്തിരിക്കും. എന്നിട്ട് നിങ്ങൾ 2.5 മണിക്കാണ് നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പോകണം. ദുഹർ നിസ്കാരം 2.5 മണിക്കാണ് നിസ്കരിക്കുന്നതെങ്കിൽ അപ്പോഴങ്ങളെ കുട്ടിയും വരിക. അപ്പം നമ്മൾ പറയും, ഞാൻ അങ്ങോട്ട് നിസ്കരിച്ചാലേ ഐറ്റുകൾ നിസ്കരിക്കുള്ളൂ. അല്ല, നിങ്ങൾ കാണിച്ചു കൊടുക്കണം ഇതൊരു ടൈമുണ്ട് എന്നുള്ളത്. അല്ലേ? ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. വഖ്ത് നിർണയിക്കപ്പെട്ടതാണ്, സമയം നിർണയിക്കപ്പെട്ടതാണ് നമസ്കാരം. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? നമ്മൾ റോൾ മോഡലാവണം. അവിടെ അമ്മമാരെന്ന നിലയ്ക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഒരു കുട്ടി നേരാവുന്നതും മോശമാവുന്നതും ഉമ്മയുടെ കാര്യത്തിലാണ്. നിങ്ങളെ ഭർത്താക്കന്മാർ ഇവിടെ അല്ലല്ലോ? എന്നാൽ കേട്ടോളൂ, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. വെറുതെ പറയല്ല. ഒരു കുട്ടി നന്നാവുന്നത് ഉമ്മയുടെ കാരണത്താലാണ്, ഒരു കുട്ടി മോശമാകുന്നതും ഉമ്മയുടെ കാരണത്താലാണ്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, നൂഹ് നബിൻ്റെ മകൻ അല്ലേ,
ഏതൊരാളും അയാളുടെ കുട്ടി മോശമായി കഴിഞ്ഞാൽ ഉടനെ പറയാൻ എന്താ അറിയോ, എന്താ നൂഹ് നബിൻ്റെ കുട്ടി ഇപ്പം അങ്ങനെയല്ലേ എന്ന് പറയണേട്ടതോ നൂഹ് നബി മോശമായിരുന്നു. അല്ല, അവിടെ പണ്ഡിതന്മാർ പറയുന്നത് നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രശ്നമല്ല, മറിച്ച് നൂഹ് നബിൻ്റെ ഭാര്യൻ്റെ പ്രശ്നമാണ്. അല്ലേ? ലറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹ്, അല്ലേ? വംറഅത ലൂത്ത്, നൂഹ് നബിൻ്റെ ഭാര്യ, അതേപോലെ തന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യ. ഈ രണ്ടു പേരെയും അള്ളാഹ് പറഞ്ഞ എന്താ, കാഫിറുകൾക്ക് ഉദാഹരണമാക്കിയിട്ടുണ്ടെന്നാണ്. കാഫിറുകൾക്കുള്ള ഉദാഹരണം. ആ ഒരു സ്ത്രീ മോശമായപ്പോൾ മകനും മോശമായി. എന്നാൽ എല്ലാ മക്കളും മോശമായോ? ഇല്ല. വേറെ ചില മക്കൾ നൂഹ് നബിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവർ ദീനിയായിട്ട് തന്നെ ജീവിച്ചു. ഇനി ഇവിടെ ഒന്നും കൂടി മനസ്സിലാക്കാം. നമ്മുടെ മുൻഗാമികളിൽ ഇമാമുമാരെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഇമാമുമാരും യത്തീമുകളായിരുന്നു. യത്തീമുകളാണ്. ഇമാം ഷാഫിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഗസ്സക്കാരനാണ്. ഗസ്സയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം തൻ്റെ ചെറിയ പ്രായത്തിൽ 10 വയസ്സിന് മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കിയിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹത്തെയും കൊണ്ട് മദീനത്തേക്ക് വരികയാണ്. എന്തിനു വേണ്ടി? പഠിക്കാൻ വേണ്ടിയിട്ട്. എത്ര ദൂരം? 1000 കിലോമീറ്റർ അകലെ മദീനത്തേക്ക് വരികയാണ്. എന്തിന്? എൻ്റെ കുട്ടി പഠിക്കണം. നമ്മൾ ഇമാമുമാരുടെയൊക്കെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ അങ്ങനെ ഉമ്മ നോക്കിയ മക്കളാണ്. നമ്മളെ വാക്കെന്താണെന്നറിയോ? വാപ്പ ഉണ്ടെങ്കിലുള്ള കുട്ടികൾ നേരാവുക, അല്ലേ? രക്ഷിതാക്കളെ വാപ്പ ഗൾഫിലുണ്ടെങ്കിൽ മക്കൾ ഇവിടെ ഇങ്ങനെ തലതിരിയുമ്പോൾ എല്ലാവരും പറയണൊരു വാക്കുണ്ട്, എന്താ? അത് ആ ഉമ്മ നോക്കിയാൽ അങ്ങനെയാണ്. വാപ്പ ഉണ്ടാവണം എന്നാലേ ശരിയാവുള്ളൂ. അല്ല, ഉമ്മ നോക്കിയ മക്കളാണ് ചരിത്രത്തിൽ വലിയ സ്ഥാനത്തെത്തിയിട്ടുള്ളത്. ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെ ഉമ്മ വീട് പണിക്ക് പോയിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ആ പൈസ കൊണ്ടാണ് അദ്ദേഹം പഠിച്ചിരുന്നത്. ഉമ്മ അങ്ങനെ വന്നിട്ട് ഒരു ദിവസം ചീഞ്ഞ, അതായത് ആകെ പൊടി പുരണ്ട രൂപത്തിലുള്ള നാണയത്തുട്ടുകൾ ഇങ്ങനെ മകൻ്റെ മുന്നിൽ വെച്ചപ്പോൾ ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഉമ്മ നിങ്ങൾ ഇനി കഷ്ടപ്പെടണ്ട, ഞാൻ എൻ്റെ പഠനം നിർത്തിയിട്ട് ഞാൻ പണിക്ക് പോയിക്കോളാം. എന്താ ആ സമയത്ത് ഉമ്മ പറഞ്ഞതെന്നറിയോ? ഉമ്മാൻ്റെ കുട്ടി ഇന്നെ ഒന്നും ചെയ്യണ്ട, ഉമ്മ പറഞ്ഞ ഒറ്റ കാര്യം കേട്ടാൽ മതി. ഉമ്മ പറയണത് എൻ്റെ കുട്ടി പഠിക്കണമെന്നാണ്. എൻ്റെ കുട്ടി പഠിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട, നിനക്കുള്ള കാര്യം ഞാൻ നോക്കും. ആ ഉമ്മ അന്നെടുത്ത തീരുമാനമാണ് ഇന്ന് നമ്മൾ സുഫിയാൻ ഇബ്നു ഉയൈന എന്ന് പറയുമ്പോൾ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന പേര് വരാൻ കാരണമായത്. അല്ലെങ്കിലോ ഏതോ ഒരു നാട്ടിലുള്ള ഏതോ ഒരു സുഫിയാൻ, അവിടെ കുറേ കാലം ജീവിച്ചു, അങ്ങനെ മരിച്ചുപോയി. ഇപ്പോഴോ വലിയ ഒരു പണ്ഡിതനായി മാറി. അപ്പോൾ നമ്മുടെ ഇടപെടൽ വളരെ പ്രധാനമാണ്. ഞാൻ ഉമ്മമാരോട് പറയുന്നത്, നിങ്ങളുടെ വ്യക്തി ജീവിതം നന്നാക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ കുട്ടിയും നേരാവുള്ളൂ. നമ്മളെ കുട്ടിനോട് നമ്മൾ നുണ പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് ആ കുട്ടി നുണ പറഞ്ഞിട്ട് നമ്മൾ തല്ലുകയും ചെയ്യുക. ഞാൻ ജാമ്യയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മദ്രസയിൽ കുറച്ചു കാലം അധ്യാപകനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1ാം ക്ലാസ്സിലാണ്. കുട്ടികളോട് നല്ല കമ്പനി ആകുമ്പോൾ കുട്ടികൾ ഇങ്ങനെ എല്ലാ കാര്യം പറയും. നിങ്ങൾക്ക് അറിയാലോ, ചെറിയ കുട്ടികളെ ചില ടീച്ചർമാരൊക്കെ നമ്മളെ വിളിച്ചു പറയും, ഇന്നെന്തോ വീട്ടിലെന്തോ പ്രശ്നം ഉണ്ടായതോ, ആരാ പറഞ്ഞത്, അത് നിങ്ങളെ മോൻ പറഞ്ഞു പറയും, അല്ല എല്ലാ കാര്യവും കിട്ടും. അപ്പോൾ ഒരു ദിവസം ഒരു കുട്ടി വന്നില്ല. അപ്പോൾ പിറ്റത്തെ ദിവസം സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ലീവ് ചോദിച്ചു. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു, ലീവ് ലെറ്റർ തന്നു. ഞാനാണ് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കണത്, എൻ്റെ കുട്ടിക്ക് ശക്തമായ പനിയും തലവേദനയുമായ കാരണത്താൽ വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ ആ കുട്ടീനോട് ചോദിച്ചു, അനക്ക് ഇന്നലെ പനി ഉണ്ടായിരുന്നു വെച്ചു. ഇല്ല. തലവേദന ഉണ്ടായിരുന്നു? ഇല്ല. പിന്നെ ഞങ്ങൾ ഉമ്മാനോട് കേൾക്കരുതെന്ന് പറഞ്ഞു. ഉമ്മാൻ്റെ വീട്ടിൽ കേൾക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉമ്മാനോടൊന്ന് കൊണ്ടുവരാം, നാളെ ഉമ്മാനോട് വരാൻ പറയാം. എന്നിട്ട് ആ ഉമ്മാനോട് പറഞ്ഞു കൊടുത്ത കാര്യം എന്താ അറിയും, നിങ്ങളെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞ് എഴുതിയാൽ ഒരു പ്രശ്നമല്ല, മനുഷ്യ സഹജമാണ്, എല്ലാവരും പോകണം, കുടുംബ ബന്ധമൊക്കെ വേണ്ട തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഈ എഴുതിയത്, ഒരു മദ്രസയിൽ പഠിക്കുന്ന കുട്ടിക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു നിർദ്ദേശം എന്താണെന്നറിയോ, പറ്റിച്ചോ, നുണ പറഞ്ഞോ, ഒരു പ്രശ്നമല്ല. നമ്മൾ ഇവിടുന്ന് പറയാം നുണ പറയരുത് എന്ന് പറയാം. ഒന്ന് കുട്ടിയോ നുണ പറഞ്ഞ് ശീലിക്കുക, അത് നിങ്ങൾ കാരണക്കാരാവരുത്. അവിടെ ഉമ്മമാരെ നമുക്ക് പറയാൻ പറ്റും, എൻ്റെ കുട്ടിക്ക് ഞാൻ കളവ് പഠിപ്പിച്ചു കൊടുക്കണില്ല എന്ന്. നമ്മളിങ്ങനെ കളവ് പറയാന്നല്ല, ചില സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ഉപ്പ അങ്ങനെ ചോദിക്കട്ടോ, മുണ്ടല്ലേ, ഇല്ല എന്ന് പറഞ്ഞാൽ മതി. ഉപ്പ ചോദിക്കുമല്ല എന്ന് പറഞ്ഞാൽ മതി. കുട്ടി ഇങ്ങനെ മനസ്സിലാക്കാം, ഉമ്മ നുണ പറയുന്നുണ്ട്. പല വിഷയങ്ങളിലും വല്യമ്മ ഒരു കാര്യം പറയുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞോ, മറ്റാൾക്കാർ വന്നാൽ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ മതി.
ഈ രൂപത്തിൽ എന്ത് ചെയ്യും? പല കളവുകളും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക, അതുണ്ടാകരുത്. അതേപോലെ തന്നെ നമ്മുടെ പെരുമാറ്റം നമ്മുടെ കുട്ടികൾ നല്ലോണം ശ്രദ്ധിക്കും. ഞാൻ പറയട്ടെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ പെരുമാറ്റം. ഇന്നത്തെ കുട്ടികളുടെ വേഷവിധാനത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ? അല്ലേ? ഉണ്ട്. പലപ്പോഴും പല ഉമ്മമാരും നല്ല ഇസ്ലാമിക വേഷം ധരിക്കുമ്പോൾ പോലും മക്കള് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും കാണിച്ചുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. സത്യമാണ്. ഒരു പക്ഷേ ചിലരിലെങ്കിലും നമ്മൾ കാണുന്നൊരു പ്രശ്നം എന്താ അറിയോ? ആ ഉമ്മ ഒരു ഖുർആൻ ക്ലാസ്സിന് വരുമ്പോൾ അല്ലെങ്കിൽ ദീനി സദസ്സിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ക്ലിയർ ആയിട്ട് ദീനൊക്കെ ധരിച്ച് അല്ലെങ്കിൽ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് വരും. അതേ ഉമ്മ കല്യാണത്തിന് പോണ സമയത്തോ അപ്പം ഈ ആളേ അല്ല, വേറെ ഏതോ ആള് അല്ലേ? എന്താ? അപ്പോൾ കുട്ടിക്ക് മനസ്സിലാകാണ് ദീനുള്ള സമയത്ത് മാത്രമേ ഇതൊക്കെ ആവശ്യമുള്ളൂ, ദീനി സദസ്സിൽ ഏത് ആവശ്യമുള്ളൂ, അല്ലാത്ത സമയത്ത് ഇതൊന്നും വേണ്ട. സഹോദരിമാർ, നിങ്ങൾ ശ്രദ്ധിക്കുക. ഉമ്മമാരെന്ന നിലക്ക് പറയട്ടെ, നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്ഥാപനത്തിലെ ഓട്ടോക്കാരൻ, നിങ്ങൾ അവരെ ഓട്ടോക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് ആ ഓട്ടോക്കാരൻ വരുന്ന സമയത്ത് നിങ്ങളുടെ വേഷം എന്താ? നിങ്ങൾ പരിശോധിക്കും. നമ്മുടെ വീട്ടിലേക്ക് പച്ചക്കറി കടക്കാരൻ വരും, പച്ചക്കറിയുമായിട്ട് ആൾ വരും, മീൻകാരൻ വരും. ആ സമയത്തൊക്കെ നമ്മളെ വീട്ടിലിരിക്കുന്ന അതേ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് നമ്മൾ അവരുടെ മുന്നിലേക്ക് പോകുന്നത്. അവർ നമ്മുടെ ഭർത്താക്കന്മാരാ? അല്ല. നമ്മുടെ ആങ്ങളമാരാണോ? അല്ല. നമ്മുടെ ഉപ്പയാണോ? അല്ല. അന്യപുരുഷനല്ലേ? അതെ. പക്ഷേ നമ്മൾ അവിടെ നിസാരവൽക്കരിക്കുന്നു. നമ്മളെല്ലാവരോടും കമ്പനിയാണെന്ന് പറയും. എൻ്റെ അമ്മ ഭയങ്കര കമ്പനിയാണ് ആ വീട്ടിൽ. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അവിടെ 2 കുട്ടികൾ, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും എന്ത് ചെയ്യാണ്? കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വീട് ഒക്കെ ഉണ്ടാക്കൂലേ, വീടുണ്ടാക്കി കുട്ടികൾ കളിക്കുമല്ലോ, ഈ അപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഇല്ലേ? ഇവിടെ ഒന്നുമില്ലേ? ഇല്ലേ? ഉണ്ട്. അപ്പം അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഞാൻ കുറച്ചേരം ഇങ്ങനെ അവരുടെ കളി കണ്ട് പിന്നെ നേരെ എന്ത് ചെയ്യാണ്? ആ വീട്ടുകാരോട് സംസാരിച്ചുകൊണ്ടിരിക്കാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ കരച്ചില കേൾക്കണം. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ ആൺകുട്ടി പെൺകുട്ടിൻ്റെ പുറത്തിട്ട് അടിക്കണം. അപ്പോൾ വേഗം പിടിച്ച് മാറ്റി. ആ വീട്ടുകാരും വന്ന് വേഗം മാറ്റി. അപ്പം ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, എന്തിനാ വെച്ച് തല്ലിണെന്തിനാ ചോദിച്ചു. പറഞ്ഞു, അവൾ അപ്പുണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, അതിനെന്തിനാ തല്ലേണ്ട ആവശ്യം? പറഞ്ഞാൽ പോരെ? ഇൻ്റെ ഉമ്മാനപ്പം തല്ലാറുണ്ടല്ലോ. കഴിഞ്ഞു. വേറെ ഒന്നുമില്ല അതിൽ. അവിടെയാണ് നമ്മുടെ മക്കള് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ കണ്ണ് നിറഞ്ഞ ഞങ്ങളെ കുട്ടി ഇങ്ങനെ മുഖത്തേക്ക് നോക്കണുണ്ടോ നിങ്ങൾ? അല്ലേ? നിങ്ങളുടെ മുഖം ചുവന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ മൂക്ക് ചുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്ത് വരുന്ന മാറ്റം നിങ്ങളുടെ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ചോദിക്കും, എന്തിനമ്മ കരയണത്? ഉപ്പച്ചി എന്തെങ്കിലും പറഞ്ഞോ? എന്താ പ്രശ്നം? എന്താ ചോദിച്ചുകൊണ്ടിരിക്കും. അവിടെ നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യ ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് റൂമിൽ മാത്രം ഒതുക്കണം. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അത് പുറത്തേക്ക് വരുന്ന രൂപത്തിലേക്ക് ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്, നമ്മളെന്ന വ്യക്തി എന്ത് ചെയ്യണം? നേരാവായി എന്നുള്ളത്. അത് 3ാമത്തെ വിഷയം. 2 കാര്യങ്ങൾ പറഞ്ഞതൊക്കെയാ. അതാ പോയി. ഞാൻ പറഞ്ഞില്ലേ ചോദിക്കുന്നു. ഏതൊക്കെ 2 കാര്യങ്ങൾ? ഒന്ന്, ആ കുട്ടികളോടാണ് നമ്മൾ പെരുമാറുന്നത് എന്നുള്ള ബോധ്യപ്പെടുത്തി നമുക്ക് ഉണ്ടാകുക, അല്ലേ? അവരുടെ പ്രായം ഇതൊക്കെ മനസ്സിലാക്കണം. പിന്നെ 2, നമ്മൾ റോൾ മോഡലാവാണ്, അല്ലേ? നമ്മളാണ് എന്ത് ചെയ്യണം? നമ്മൾ കുറേ പറയുന്നതിനേക്കാൾ നമ്മൾ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കാം. സുബൈക്ക് നീക്കണം കേട്ടോ എന്ന് പറയാം, എന്നിട്ട് നമ്മൾ കിടന്നുറങ്ങുക. അത് പറ്റൂല. അവിടെ ചില ഉമ്മമാരുണ്ട്, കുട്ടികളോട് നീക്കുക എന്ന് പറയും. ചിലപ്പോൾ അവർക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയമായിരിക്കും, എന്നാലും കിടന്നുറങ്ങാൻ പാടില്ല. എന്നാലും നിങ്ങൾ എണീക്കണം. ആ നിസ്കാരേ പറ്റാത്തുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തൂടെ? ബാക്കി നന്മകളായ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് ചെയ്യാം, അതിനൊന്നും പ്രശ്നമില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. ഇനി 3ാമത്തെ വിഷയം എന്താ അറിയോ? നമ്മുടെ മക്കൾക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറില്ലേ? അല്ലേ? ഉണ്ടോ? അല്ലേ? ഉണ്ട്. എന്നാൽ ഒറ്റ ചോദ്യം, ഇന്ന് നിങ്ങളെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു കൈബന്ധിച്ചേ? മാഷാ അല്ലാ, കുറേ ആൾക്കാരുണ്ട് അല്ലേ? ചില ആൾക്കാർ ചിലപ്പോൾ മറന്നതായിരിക്കും, അല്ലേ? ഇതിൻ്റെ തിരക്കൊണ്ട് മറന്നതായിരിക്കും, കുഴപ്പമില്ല. ഈ പ്രാർത്ഥന നടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ കുട്ടികളോട് നമുക്ക് വല്ലാത്തൊരടുപ്പുണ്ടാവും. നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമോ? എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കൂല. നമ്മളുമായിട്ട് ആരൊക്കെ അടുപ്പമുണ്ടോ അവർക്കനുസരിച്ചിട്ടാണ് പ്രാർത്ഥനയുടെ ദൈർഘ്യമുണ്ടാവുക. മറ്റേ നിങ്ങൾ പൊതുവായിട്ട് നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഈ നാട്ടിലുള്ള എല്ലാവർക്കും നന്മ കിട്ടണമെന്ന് പറയും, അതിലെല്ലാവരും പെടും. അതേപോലെ തന്നെ എല്ലാവർക്കും പുറത്തു കൊടുക്കണമെന്ന് പറയും.
നാട്ടിലുള്ള പ്രയാസങ്ങൾ മാറണമെന്ന് പറയും. ഇതൊക്കെ പൊതുവാണ്. പൊതുവായിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഒരു മുസ്ലിം അങ്ങനെയാണ്. അവിടെ പിന്നെ മുസ്ലിങ്ങൾക്ക് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും, എല്ലാവർക്കും നന്മ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. എന്നാൽ നമ്മളുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ളവരാണ് നമ്മുടെ മക്കൾ, നമ്മുടെ വാപ്പ ഉമ്മ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ഭർത്താവ്, എങ്ങനത്തെ ആൾ. അപ്പം അതിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ പരിശോധിച്ചാൽ പ്രധാനമായും 3 സമയങ്ങളിലാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. നമ്മൾ പൊതുവെ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടവരാണ്. പക്ഷേ പ്രധാനമായും 3 സമയത്തേ പ്രാർത്ഥിക്കാറുള്ളൂ. ഏതൊക്കെയാണ് ആ സമയം എന്നറിയോ? 1, കല്യാണം കഴിഞ്ഞു ഒരു 2 മാസം ആകുമ്പോഴേക്കും ആൾക്കാർ ചോദിക്കാൻ തുടങ്ങും, അല്ല ആയോ ആയോ അല്ലേ? നാട്ടുകാർക്കാണ് വല്ലാത്ത ബേജാറ് അല്ലേ? ഓരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ വേഗം പ്രാർത്ഥിക്കും, റബ്ബേ ഒന്ന് വേഗം ആക്കണേ അല്ലേ? എന്നിട്ട് പിന്നെന്ത് ചെയ്യും? ആ പ്രാർത്ഥന എങ്ങനെ നീളും. ഏതുവരെ എന്ന് ചോദിച്ചാൽ ഓരോ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് കയ്യിൽ കിട്ടി അത് ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി ഡോക്ടർ നോക്കിയാൽ കുഴപ്പമില്ല, അൽഹംദുലില്ലാ. ആ പ്രാർത്ഥന ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കും. എന്നിട്ട് പ്രസവം കഴിഞ്ഞ് കുട്ടിനെ കയ്യിലുണ്ട് കിട്ടിയിട്ട് അൽഹംദുലില്ലാ, കയ്യിന് കുഴപ്പമില്ല, കാലിന് കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, അൽഹംദുലില്ലാ കഴിഞ്ഞു. ആ പ്രാർത്ഥന അവിടെ നിർത്തും. അത് വെറുതെ പറയല്ല. പിന്നെ കുട്ടികളുടെ പ്രാർത്ഥന നടക്കണം എപ്പോഴാണെന്നറിയോ? 2ാമത്തെ കാറ്റഗറി ഏതാണെന്നറിയോ? കുട്ടിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പനിയും ജലദോഷമൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങും അല്ലേ? ചെറിയ പ്രായത്തിലൊക്കെ തന്നെ ചിലപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ആദ്യം ഒരു ഡോക്ടറെ കാണിക്കും. അപ്പോഴൊന്നും പ്രാർത്ഥനയല്ല, ഡോക്ടറെ കാണിക്കും. കുറച്ച് ദിവസം അവിടെ ഇങ്ങനെ കടന്നു, ഇല്ല മാറ്റല്ല. പിന്നെ ഇവിടെ കാണിച്ചു, ഇല്ല മാറ്റല്ല. അപ്പുറത്ത് കാണിച്ചു, മാറ്റല്ല. അപ്പം നമ്മൾ പടച്ച റബ്ബേ എൻ്റെ കുട്ടീൻ്റെ പ്രശ്നം. അപ്പോൾ കൈ ഉയരാൻ തുടങ്ങും, കണ്ണ് നിറയാൻ തുടങ്ങും, കൽബ് പടയാൻ തുടങ്ങും. നമ്മളങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഏതുവരെ? ആ കുട്ടിയുടെ അസുഖം മാറുന്നത് വരെ. 2ാമത്തെ പ്രാർത്ഥന. ഇനി 3ാമത്തൊരു സമയം ഏതാണെന്നറിയോ? നമ്മൾ പറഞ്ഞതനുസരിക്കാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെത്തി നാട്ടുകാർ മുഴുക്കെ അവളെക്കുറിച്ചുള്ള പരാതികൾ പറഞ്ഞ് എവിടേക്കും ഒന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത രൂപത്തിൽ നമ്മൾ അപമാനിക്കപ്പെടുമ്പോൾ അപ്പം നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും, റബ്ബേ വല്ലാത്തൊരു പരീക്ഷണത്തിലാണല്ലോ, നിൻ്റെ കുട്ടിൻ്റെ കാര്യത്തിൽ ഒന്ന് തീരുമാനം എടുക്കണം. മനസ്സ് തകർന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ 3 സമയത്ത് മാത്രമാണോ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? അല്ല, എപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു അല്ലേ? ഞാനിതിൽ നമ്മളെന്ന് പറയുന്ന രക്ഷിതാവിൻ്റെ സ്വാർത്ഥത പറഞ്ഞിരട്ടെ. നമ്മളെന്ന് പറയുന്ന രക്ഷിതാവിൻ്റെ സ്വാർത്ഥത. നമ്മുടെ കുട്ടി മദ്രസ പോയി കുറച്ച് മാസം കഴിഞ്ഞിട്ട് തന്നെ നമ്മളിങ്ങനെ ചോദിക്കും, മദ്രസയിലൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയോ? ആ പഠിപ്പിക്കാൻ തുടങ്ങി. ഇന്ന് അമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഏതാ? ഒട്ടുമിക്ക മദ്രസയിലെ ടീച്ചേഴ്സും ആദ്യം പഠിപ്പിച്ചു കൊടുക്കാതാ. എന്താണെന്നറിയോ? എന്നാലും ഉമ്മാരോട് ഭയങ്കര ബന്ധം ഉണ്ടാവും. എന്നാൽ ഇവിടെ തന്നെ ഇരുന്നോട്ടെ അറിയും. ഏതാ? റബ്ബി റഹ്മുമ കമാ റബ്ബയാനി സഗീറ. എല്ലാവർക്കും മനസ്സിലായല്ലോ? എന്നാൽ ശരി, നമ്മളെ കുട്ടി തിരിച്ചൊരു ചോദ്യം ചോദിക്കണം. അല്ല ഉമ്മച്ചിയെ, എപ്പോഴും ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കണ്ടല്ലോ, നിങ്ങളെന്താ പ്രാർത്ഥിക്കലേ? ഞാൻ എൻ്റെ കുട്ടികൾക്കൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. അതല്ല, ഖുർആനിലുണ്ടല്ലോ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന, അതെന്താ? അവിടെ തീർന്നു, കഴിഞ്ഞ് വേഗം പഠിച്ചോളിട്ടോ. നിങ്ങൾ കുട്ടികൾ ചോദിക്കും, ഇന്ന് ചോദിക്കരുത് കേട്ടോ, മക്കളോടാ പറയണം, ഇന്ന് ചോദിക്കരുതേ, ഇന്ന് ചോദിക്കണ്ട, അവർ നാളത്തേക്ക് പഠിച്ചോളും. അപ്പോൾ അത് നമ്മൾ പഠിച്ചേ പറ്റൂ. നമ്മൾ പഠിക്കണത് നിർബന്ധമായിട്ടും പഠിക്കണം. അവിടെ നമ്മൾ പഠിക്കുക മാത്രമല്ല, നമ്മൾ ആ ഒരു പ്രാർത്ഥന നിർവഹിക്കണം. അത് നിർവഹിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളോട് നമുക്ക് അതിയായ സ്നേഹം ഉണ്ടാവും, നല്ല സ്നേഹം ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും മക്കളോട് സ്നേഹമല്ലേ? ഉണ്ടല്ലേ? ഉണ്ട്. എന്നാ ഒരു ചോദ്യം ചോദിക്കാട്ടോ, ഒറ്റ ചോദ്യം. മക്കളെ സ്നേഹം ഉള്ളവരാണല്ലോ എല്ലാവരും, അങ്ങനെ തന്നെയല്ലേ അല്ലേ? എന്നാ ഒറ്റ ചോദ്യം. ഇന്ന് നമ്മുടെ മക്കളെ അടുത്ത് വിളിച്ചിട്ടേ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാട്ടോ എന്ന് പറഞ്ഞ രക്ഷിതാവെന്ന് കേന്ദ്രിച്ചു. ഓക്കെ, കഴിഞ്ഞു, ഏകദേശം കഴിഞ്ഞല്ലോ. എന്താണ് അപ്പം ഇത് പറയണ്ടേ? വേണ്ടേ? നിങ്ങളെ ഭർത്താവിന് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, കാണുമ്പോൾ ചൂടാവും. അത് ഇഷ്ടം അല്ല, നിങ്ങളോട് പറയണം, എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടാട്ടോ. എന്താ ഇപ്പം പറ്റിയത്? അല്ല, ഞാൻ അങ്ങനെ ആലോചിച്ചു ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, നിങ്ങൾ അപ്പം പോയി ബിരിയാണി ഉണ്ടാക്കും അല്ലേ? മൂപ്പർക്ക് അത് ഇഷ്ടം, എന്നാൽ അത് മതി, കാരണം എന്നോട് അങ്ങനെ പറഞ്ഞു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ ചേർത്ത് നിർത്തിയിട്ട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമെന്ന് പറയണ്ടേ? പക്ഷെ നമ്മൾ പറയുന്നുണ്ട്,
നമ്മൾ പറയുമ്പോൾ ആ കുട്ടി തിരിച്ചിങ്ങോട്ടൊരു കാര്യം പറയും. എന്താണെന്നറിയോ? നമ്മളിങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് എൻ്റെ മുത്തുമണി ഇവിടെ വന്നാണ്, എനിക്ക് അന്നെ ഒരുപാട് ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട് വെച്ചും, എന്താ പഞ്ചസാര കഴിഞ്ഞത് ചായപ്പൊടിയെ കൊണ്ടേ? മനസ്സിലായില്ല? എന്താ കാര്യം? നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കണമെങ്കിൽ ഉറപ്പാണ് ഇപ്പുറത്ത് എന്തോ ഒരു പണി തരുന്നുണ്ട് അല്ലേ? പെൺകുട്ടിനെ വിളിച്ചിട്ട് എൻ്റെ മുത്തുമണി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓള് പറയും, പാത്രം കഴുകണം അല്ലേ, അടിച്ചു വാരിയ ഏതാ വേണ്ടേ, ഇതാ ചോദിക്കുക. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നതിന് ഒരിക്കലും ഇന്ന ഒരു കാരണത്തിന് എന്ന് പറയരുത്. ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? നമ്മൾ മക്കളോട് നല്ലോണം സ്നേഹം കാണിക്കേണ്ട ഒരു 2-3 സന്ദർഭങ്ങൾ പറഞ്ഞിട്ടെ നിങ്ങൾ ഏകദേശം പിടുത്തം വിട്ടോ? പറയട്ടെ. ഒന്ന്, ഒരിക്കലും കുട്ടികളോട് ദേഷ്യപ്പെടാൻ പറ്റാത്ത, കുട്ടികളെ ചേർത്ത് നിർത്തേണ്ട സമയം പറഞ്ഞു. ഒന്ന്, രാവിലെ കണ്ണ് തുറക്കണ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്ന സമയം അല്ലേ? കുട്ടി രാവിലെ കണ്ണ് തുറക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ? ഉമ്മമാരോട് പറഞ്ഞു തരികയാണ്. നിങ്ങൾ ഇപ്പം ചെയ്യണമെന്നിരിക്കണം എന്താ അറിയോ? ആ വാതിലുമ്പോൾ പോയിട്ട് 2 അടിയാണ്. നീ വണ്ടി അവിടെ വന്നു ഇതൊക്കെ പറയുമ്പോൾ തന്നെ കുട്ടി നല്ല സുഖം അല്ലേ? രാവിലെ തന്നെ എന്ത് ചെയ്ത് ഉമ്മാൻ്റെ 2 കേട്ട് സമാധാനമായി. പിന്നെ ബാത്റൂമിൽ പോയിട്ടാണ് പിന്നെ സൗണ്ട് ഉണ്ടാക്കുക അല്ലേ? അവിടെ പോയിട്ട് അടിക്കും, വേണ്ട ഇറങ്ങാൻ വണ്ടി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ. നമ്മൾ സത്യത്തിൽ അതാണോ ഹൈറ്? അതല്ല. നമ്മളെ കുട്ടി കിടക്കണോടത്ത് പോയിരുന്നിട്ട് ഓനിങ്ങനെ തലോടി അവൻ്റെ നെറ്റിയിലൊരു മുത്തം കൊടുത്ത് ഉമ്മാൻ്റെ കുട്ടി എണീറ്റ, ദാ രാവിലെ നല്ല ഉഷാറായിട്ട് ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ ഒന്ന് എണീറ്റ നോക്കട്ടെ. ഏതാ നല്ലത്? ആദ്യം പറഞ്ഞതാ രണ്ടാമത് പറഞ്ഞതാ? ഏതാ? അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞുതരാം. നിങ്ങളും ഭർത്താവും കൂടിയാണല്ലോ കിടക്കുക. ആ സമയത്ത് ഭർത്താവ് മൂപ്പര് നേരത്തെ നീച്ചു, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എപ്പോഴും തന്നെ ഞാനാണ് ഇവിടെ ഫസ്റ്റ് നീക്കണത്, ഇവിടെ ബാക്കി ഞങ്ങൾ പൂരിപ്പിക്കട്ടോ, മനസ്സിലായില്ലേ? ഇങ്ങനെ പറഞ്ഞ ഞങ്ങൾക്ക് നല്ലൊരു ഭർത്താവ്, മാഷാ അല്ലാ, ഇങ്ങനത്തെ തന്നെ എനിക്ക് പരലോകത്തും കിട്ടണേ പറയോ? ഇല്ല, പടച്ച റബ്ബേ തുടങ്ങി അല്ലേ, ഇതല്ലേ പറയാ? എന്നാൽ അതേ ഭർത്താവ് നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന് നിങ്ങളെ നെറ്റിയിൽ ഇങ്ങനെ തലോടിയിട്ട് നിങ്ങളെ വളരെ സ്നേഹത്തോടു കൂടിയുള്ളൊരു വാക്ക് വിളിച്ചിട്ട് നിങ്ങളോട് പറയാം, എണീക്കിട്ടോ, ഇതാ ഞാൻ എണീറ്റിട്ടുണ്ട്, ഞാൻ പള്ളിയിൽ പോകാൻ നിൽക്കുകയാണ്, നീ ആ വാതിൽ നടക്ക്, എണീറ്റിട്ട് നിസ്കരിക്ക്. ഇതിൽ ഒന്നാമത്തെ ഭർത്താവിന് വേണോ രണ്ടാമത്തെ ഭർത്താവിന് വേണോ? ഏതാ? മാറ്റാനൊന്നും പറ്റൂല, ഉള്ളത് പറയും. ഏതാ? രണ്ടാമത്തെ അല്ലേ? അന്ന് രണ്ടാമത്തെ ഉമ്മയായ മതി. നിങ്ങളുമ്മ എന്ന നിലയ്ക്ക് അങ്ങനെയാ മതി. അപ്പം എന്ത് ചെയ്യും? നിങ്ങളുടെ ക്യാരക്ടർ മാറും. നിങ്ങൾ മാറുന്നതിനനുസരിച്ച് മക്കൾ മാറും. നിങ്ങളും മക്കളും മാറിയാൽ നിങ്ങളുടെ ഭർത്താവിന് മാറാതിരിക്കാൻ കഴിയൂല, ഓരും മാറും. ഞാൻ പറയണ മനസ്സിലാവുണ്ടോ? അപ്പോൾ രാവിലെ കുട്ടി എണീക്കണ സമയത്ത് എന്ത് ചെയ്യണം? വളരെ സ്നേഹത്തോടു കൂടി പെരുമാറും. രണ്ടാമത്തെ കാര്യം, കുട്ടി സ്കൂളിലേക്കും മദ്രസ സമയത്തും തിരിച്ചു വരുന്ന സമയത്തും ഏറ്റവും കൂടുതൽ കുട്ടി കരഞ്ഞു പോകണ ആ സമയം ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരിക്കലും ചെയ്യരുത്. മക്കളെ കരയിപ്പിച്ചുകൊണ്ട് സ്കൂളിലേക്കോ മദ്രസയിലേക്കോ പറഞ്ഞയക്കരുത്. ഈ പറഞ്ഞിടത്ത് കുട്ടി കരയാനായിട്ടിരിക്കുകയാണെന്ന് അറിയുമ്പോൾ അതെന്താണ് കാരണമെന്ന് നോക്കി അതിന് പരിഹാരം നമ്മൾ കാണണം. ആ പരിഹാരത്തിലൂടെയാണ് പോകേണ്ടത്. ഒരിക്കലും എന്ത് ചെയ്യരുത്? കരയിപ്പിക്കരുത്. ക്ലിയർ ആണോ? അല്ലേ? മനസ്സിലാവുണ്ടോ? ഓക്കെ. മൂന്നാമത്തെ ടൈം ഏതാണെന്നറിയും? കുട്ടി കിടക്കണ സമയത്ത് നമ്മളെന്താ പറയാറ്? 9 മണിയാകുമ്പോഴേ ഇവിടെ കടന്നിട്ടില്ലേ കാണിച്ചാൽ ആ ലൈറ്റ് ഓഫ് ചെയ്താൽ പോയി കിടക്കണം. എല്ലാവരും നിങ്ങൾ ലൈറ്റിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യാം. വേറെ സ്വിച്ച് ഉണ്ട്, സ്വിച്ച് ഇടുമ്പോഴേക്ക് കുട്ടികൾ ഉറങ്ങുമോ? ഇല്ല. എന്നാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞാൽ ഉമ്മമാർ ശ്രദ്ധിച്ചോ, ചെറിയ മക്കൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? കുറച്ച് നേരം ഫോണ് തരാം, ഞാൻ അപ്പോഴേക്ക് ചപ്പാത്തി ഉണ്ടാക്കട്ടെ, എന്നിട്ട് അങ്ങനെ ഉറങ്ങണം കേട്ടോ എന്നറിയും. അമ്മ നിങ്ങളൊരു 8:30 മണിക്ക് ഫോൺ കൊടുത്താൽ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി ഭക്ഷണം കഴിച്ച് പാത്രം കഴുകി കിടക്കാൻ വേണ്ടി 10:30 മണിക്ക് വരികയാണെങ്കിലും ഓരവിടെ കണ്ണും തുറന്ന് നോക്കുന്നുണ്ടാവും. ശരിയല്ലേ? അവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഫോൺ കൊടുക്കലല്ല. നിങ്ങൾ കുട്ടീനോട് പറയാം, ഇത് അമ്മ കിടക്കവിടെ, ഞാൻ 2 കഥ പറഞ്ഞു തന്നെ 1 കഥ പറഞ്ഞു തന്നെ, ഏതാ വേണ്ടേ? അപ്പം എന്താ കുട്ടി അറിയാം? ഏതാ അറിയാം? 2 തന്നെ അറിയാം. എപ്പോഴും കുട്ടികളോട് പറയേണ്ട ഒരു ശൈലിയും കൂടി കേട്ടോ. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എത്രയാണോ അതാണ് മാക്സിമം കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടീൻ്റെ അടുത്ത് കിടന്നിട്ട് നമ്മൾ ദീനിയായിട്ടുള്ള കഥകൾ പറഞ്ഞു കൊടുക്കുക, ദീനിയായ കഥ പറഞ്ഞു കൊടുക്കുക.
അല്ല മായാവിയും കുട്ടിച്ചാത്തനൊന്നും വേണ്ട. ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ മുൻഗാമികളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അവരോട് പറയണം, നാളെ അമ്മ ചോദിക്കൂട്ടത് എനിക്ക് ഇങ്ങോട്ടും പറഞ്ഞു തരണം. അപ്പോൾ ഒരു നല്ല ശ്രദ്ധിച്ചിരിക്കും. ആ 2 കഥ കഴിഞ്ഞാൽ ഒരു പറയുമ്പോൾ ഒന്നുകൂടി അറിയും, എന്നാൽ ഒന്നുകൂടി ഇനി പറയില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, 3 കൂടി പറഞ്ഞിട്ട് ഇനി ഉറങ്ങിക്കോളി എന്ന് പറഞ്ഞ് പോന്നാൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ അത് ഉറപ്പാണ് പറയുന്നത്, ഉറപ്പ് പറയണം. നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. ചെയ്യോ? ചെയ്യോ? ഇൻഷാ അല്ലാഹ് 6 മാസത്തെ കാലാവധി എന്തിനാണെന്ന് പറയുന്നത്, അങ്ങനെയല്ലോ? ഇല്ല. ഓക്കെ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, ആ കാര്യം ശ്രദ്ധിക്കാം. ഇനി 4ാമത്തെ ഒരു കാര്യം കൂടി, ഈ കുട്ടികളെ നമ്മൾ ചേർത്ത് നിർത്തേണ്ട ഒരു സമയം ഏതാണെന്നറിയോ? അവരൊരിക്കലും ദേഷ്യപ്പെടേണ്ടതില്ലാതെ നമ്മൾ ചേർത്ത് വെക്കേണ്ട ഒരു ടൈമാണ് അവർ സങ്കടപ്പെടുന്ന സമയത്ത്. ശ്രദ്ധിക്കണേ. ആരെങ്കിലും ഒരാൾ നമ്മളെ കുട്ടിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ തന്നെ എന്തിലൊക്കെ ഒന്നൊരു പരാജയം വന്നു എന്ന് വിചാരിച്ചു, ആ കുട്ടി സങ്കടപ്പെടുമ്പോഴാണ് നമ്മൾ വരിക. എന്നിട്ട് എന്താ പറയുക, ആണക്ക് അങ്ങനെ തന്നെ വേണം. എത്ര തവണ എന്നോട് പറഞ്ഞിട്ട് ഇപ്പോൾ മനസ്സിലായില്ലേ? അതാണ് അന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. ഇങ്ങനെ പറഞ്ഞാൽ ആ കുട്ടിക്ക് നമ്മളോട് ഇഷ്ടം ഉണ്ടാകുക വെറുപ്പുണ്ടാകുക? എന്നാൽ നമ്മൾ അവിടെ ചേർത്ത് നിർത്താം. ഉമ്മാൻ്റെ കുട്ടി പേടിച്ചാൽ അതൊന്നും പ്രശ്നമില്ലാന്ന്, ഇത് കുറേ പഠിച്ചതല്ലേ, പിന്നെ അത് പഠിച്ചോണ്ടൊരു വിധിയാണ്, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് വേറെ നോക്കാന്ന്. ഇനി കഴിയൂലേ, ഇനി എക്സാം വരില്ല, അതൊന്നും പേടിക്കണ്ട, നമുക്ക് തൽക്കാലങ്ങൾ പോയിട്ടൊരു ചായ അടിച്ചാൽ. ഇങ്ങനെ അവരെന്ത് ചെയ്യണം, ചേർത്ത് നിർത്താൻ കഴിയണം. മനസ്സിലാവുണ്ടല്ലേ? ക്ലിയർ ആണോ അല്ലേ? റെഡി? അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. 4ാമത്തെ വിഷയം, നിങ്ങളൊരിക്കലും മക്കളെയും അവരുടെ രക്ഷിതാവിനെയും തെറ്റിക്കരുത്. മനസ്സിലായില്ല? ഒരു ഉമ്മ എന്ന നിലക്ക് നമ്മുടെ മക്കളും നമ്മുടെ ഭർത്താവും തമ്മിൽ തെറ്റാൻ കാരണക്കാരായി നമ്മൾ മാറരുത്. കാരണം നമ്മുടെ മക്കളും ഭർത്താവും തമ്മിൽ തെറ്റാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഇടപെടലാണ്. ഞാനിത് പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേൾക്കണം. ഞാനിത് അവസാനിപ്പിക്കാം. നമ്മൾ ഒരു 5 മിനിറ്റ് നേരം പറയട്ടെ? 5 മിനിറ്റ് കഴിഞ്ഞാൽ നിർത്തും. അല്ല, നിർത്തണമെങ്കിൽ ഇപ്പം തന്നെ നിർത്താം. 5 മിനിറ്റ് പറയട്ടെ? പറഞ്ഞോളാം എന്നുള്ളതൊരു കൈമതിക്ക്. സമാധാനമുണ്ട്, കുറേ ആൾക്കാരുണ്ട് അല്ലേ? ഓക്കെ. പറയേണ്ടതാണെങ്കിൽ എനിക്ക് വേഗം നിർത്തായിരുന്നു അല്ലേ? ഓക്കെ, എന്നാൽ കേട്ടോളി. നമ്മളെ വീട്ടിലുള്ളൊരു പ്രശ്നം പറഞ്ഞുതരാം. നിങ്ങളുടെ കുട്ടീൻ്റെ അടുത്തൊരു തെറ്റ് വന്നു. സ്വാഭാവികമായിട്ടും നമ്മളത് എന്ത് ചെയ്യും, കാണും. കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക, വാപ്പ വരട്ടെ, കാണിച്ചു തരട്ടോ, വാപ്പ വരട്ടെ, കുറേ ദിവസമായി ഞാനത് പറയേണ്ടത്, ഇന്ന് എന്തായാലും പറയും. അങ്ങനെ ഈ മകന് അതത്ര വലിയ ഗൗരവമൊന്നും കൊടുത്തില്ല. കുറച്ച് കഴിഞ്ഞ് ഭർത്താവിന് കയറി വന്നേക്കാൻ നമ്മൾ പറയണത്, പിന്നെ എനിക്കൊരു കാര്യം പറയണം, നിങ്ങളെ ഈ മോണ്ടല്ലോ ഇന്നുണ്ടല്ലോ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഭർത്താവ് ചിലപ്പോൾ വേറെ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഭർത്താവ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഭർത്താവ് നേരെ റൂമിൽ പോകും. പിന്നെ നമ്മൾ പോകുമ്പോൾ കാണാം നമ്മുടെ അടുക്കളയിലുള്ള പാത്രങ്ങൾ താനേ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങും. അതിൻ്റെ വാതിൽ പെട്ടെന്ന് അടയും. മനസ്സിലായില്ല? നമുക്കിട്ട് ദേഷ്യം വരാൻ തുടങ്ങും. ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ആർക്കും ഒരു വിലയില്ലല്ലോ അല്ലേ, ഞാൻ ഇത്രയും ഗൗരവത്തിൽ പറഞ്ഞിട്ട് വാപ്പയും കണക്കാണ് മകനും കണക്കാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാൻ തുടങ്ങും. ചെറുപുറു ഇങ്ങനെ പറഞ്ഞു. ഇതാര് കേൾക്കും? ഭർത്താവ് റൂമിൽ നിന്ന് കേൾക്കും. അപ്പോൾ ഭർത്താവ് വീണ്ടും വരും. എന്താ നേരത്തെ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ വീണ്ടും പറയും, ഇന്നിങ്ങനെ മോൻ ഇങ്ങനെ പ്രശ്നമുണ്ട്. തന്നെ ഒന്നെ കാണിച്ചു തരാനായിട്ട് ഭർത്താവ് എന്ത് ചെയ്ത് 2 കൊടുത്തു. 2 കിട്ടിക്കഴിഞ്ഞാൽ മോൻ എന്ത് ചെയ്യും, നേരെ റൂമിൽ പോയി കിടക്കും. നമ്മളും ഉണ്ടാകും, സമാധാനം നമുക്ക് അല്ലേ, 2 കിട്ടിയല്ലോ. പക്ഷേ ശരിക്കുള്ള മാനസിക രോഗിയായി നമ്മൾ പിന്നെ മാറുക. എന്താണെന്നറിയോ? ഈ കുട്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുമോ? ഇല്ല. അങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് ഓൻ അടി കിട്ടിയോടത്ത് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കും. ഉമ്മാൻ്റെ കുട്ടി നേരാകാൻ വേണ്ടിയിട്ടാട്ടോ വാപ്പ തല്ലിയത്. ആരാ തല്ലി കൊള്ളിപ്പിച്ചേ? ആരാ? അത് നമ്മൾ. എന്നിട്ട് ഈ കുട്ടിയും വാപ്പയും തമ്മിൽ തെറ്റാ. അതായത് നേരത്തെ പറഞ്ഞു, നമ്മൾ കാരണത്താൽ എന്ത് ചെയ്യരുത്, വാപ്പയും മക്കളും തെറ്റരുത്. എന്നാൽ നമ്മുടെ മക്കളുടെ കയ്യിൽ വലിയ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഗുണദോഷിക്കുന്നതോടൊപ്പം തന്നെ അത് ഭർത്താവിനോട് സ്വകാര്യമായിട്ട് പറയണം. എല്ലാവരുടെ മുന്നിൽ വെച്ചും പറയരുത്. ശ്രദ്ധിക്കണേ. പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിലുള്ള വല്യമ്മമാർ കേട്ടോളിയേ, നിങ്ങളെ കുട്ടിൻ്റെ ഒരു പ്രശ്നങ്ങൾ വല്യമ്മാനോടോ വല്യപ്പാനോടോ പറയരുത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടി ഏറ്റവും അമൂല്യമായതാണ്. ആ വല്യമ്മക്ക് ഒരുപാട് പേരെ കുട്ടികളിൽ ഒരു കുട്ടിയാണ്.
അപ്പം എന്ത് ചെയ്യും, വേറെയുള്ള ആൾക്കാർ വരുമ്പോൾ ഞാനോടൊരു കാര്യം പറയാൻ മറന്നു, ഇവിടുത്തെ മറ്റോളുണ്ടല്ലോ വേണം മറ്റെങ്ങനെയൊക്കെയാണ് ഞാൻ പറയണ, മനസ്സിലാവുണ്ടോ? അപ്പോൾ അതെന്ത് ചെയ്യരുത്, എല്ലാവരോടും പറയരുത്. കഴിയുന്നതും നിങ്ങളുടെ റൂമിലേക്ക് ചുരുക്കപ്പെടണം. അത് എന്തെങ്കിലും കുട്ടീനോട് പറയാനുണ്ടോ, അത് സ്വകാര്യമായി റൂമിൽ കൊണ്ടുപോയിട്ട് പറയാണ് വേണ്ടത്. അതല്ലാതെ അത് വലിയ രൂപത്തിൽ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കും അത് പ്രയാസം ഉണ്ടാകുക ചെയ്യാം. ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്നുകൂടി പറഞ്ഞുതരാം. നിങ്ങളുടെ ഒരു പോരായ്മ എല്ലാവരും ഉള്ള സമയത്ത് നിങ്ങളെ ഭർത്താവ് പറയുന്നതാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? അതല്ല സ്വകാര്യമായി നിങ്ങളെ റൂമിൽ വന്നിട്ട് പിന്നെ എനിക്ക് എന്നോടൊരു കാര്യം പറയാണ്ട്, ഏതാ നിങ്ങൾ ഇഷ്ടപ്പെടുക? ആദ്യം പറഞ്ഞതാ അല്ല രണ്ടാമത് പറഞ്ഞത്? എങ്കിൽ എല്ലാവർക്കും അഭിമാനമുണ്ട്, നമ്മുടെ മക്കൾക്കും അഭിമാനമുണ്ട്. ആ അഭിമാനം നമ്മൾ എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടുത്തരുത്. ആ ഒരു കാര്യം കൂടി നമ്മൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി പറയട്ടെ ഓക്കെ, എത്ര പോയിന്റ് പറഞ്ഞു? എത്ര പറഞ്ഞു? ഇനി ലാസ്റ്റ് പോയിന്റ്, എല്ലാവർക്കും ഉള്ള ഒരു സംശയം കൂടി പറഞ്ഞിട്ട് നിർത്താം. 5ാമത്തെ പോയിന്റ്, നമ്മുടെ മക്കളുടെ മൊബൈൽ ഉപയോഗം. അതിൽ ടെൻഷൻ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊബൈൽ ഉപയോഗത്തിൻ്റെ വിഷയത്തിൽ ടെൻഷൻ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഒന്നുകിൽ ആ താത്താക്ക് ഫോണില്ല അല്ലേ, അല്ലെങ്കിലോ മക്കൾക്കൊക്കെ സ്വന്തമായിട്ട് ഫോണുണ്ട്, അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. ബാക്കി ഒട്ടുമിക്ക രക്ഷിതാക്കൾക്കും മക്കളുടെ മൊബൈൽ ഉപയോഗത്തിൻ്റെ വിഷയത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം പറഞ്ഞുതരാം. നമ്മുടെ മക്കളുടെ ഫോൺ ഉപയോഗത്തിൻ്റെ വിഷയത്തിൽ പരിഹാരം, 1ാമത്തെ പരിഹാരം, നമ്മൾ ഫോൺ ഉപയോഗം കുറക്കാം. 1ാമത്തെ കാര്യം എന്താണെന്നറിയോ? നമ്മൾ കുട്ടീനോട് പറയും, പോയിരുന്നു പഠിച്ചാ പോയി പഠിക്കും. നല്ല രസമുള്ള റീലാണല്ലോ. കുട്ടി പഠിക്കുക, നമ്മൾ റീല് കാണും. ചെയ്യരുത്. നമ്മളൊരു സമയം വെക്കണം, നമുക്ക് ഫോൺ ഉപയോഗിക്കാനൊരു സമയം. നമ്മുടെ കുട്ടിക്കും തന്നെ അതേപോലെ ഒരു സമയം വെച്ച് കൊടുക്കുക. മാക്സിമം ഇത്ര മിനിറ്റ്, 20 മിനിറ്റ് ആണെങ്കിൽ 20, 15 മിനിറ്റ് ആണെങ്കിൽ 15 മിനിറ്റ്, അതിനപ്പുറത്തേക്ക് കൊടുക്കരുത്. അത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും വഴിതെറ്റും. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മക്കളുടെ കുറേ ക്ലാസ്സുകൾക്ക് പോയി, അവരോട് ഇൻട്രാക്ട് ചെയ്ത് സംസാരിച്ചു. ഒട്ടുമിക്ക കുട്ടികളും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുള്ളവരാണ്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്കുണ്ടോ? ആർക്കെങ്കിലുമൊക്കെ ഉണ്ടോ? അല്ലെങ്കിൽ റീൽ ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ഇവിടുന്ന് കുറേ താത്താരുണ്ടെന്നാ കേട്ടെ. ഇവിടുത്തവരല്ല, പൊതുവേ ഏതെങ്കിലും ഒരു പാട്ട് വെക്കുക എന്നിട്ട് ചാടിക്കളിക്കുക, ഇതാ ടീം. അവിടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയാം. നമ്മൾ റീല് ചെയ്യണതിനെ കുറിച്ച് പറഞ്ഞുതരാം. സിമ്പിളായിട്ടൊരു കാര്യം ചെയ്യണം. ഒരു പാട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ ഒന്ന് ഡാൻസ് കളിക്കുമല്ലേ? നിങ്ങളൊരു മാക്സ് ഇട്ട് വന്ന് ഇവിടെ നിൽക്കുമല്ലേ? ഇല്ല. എന്താ കാരണം? ഇത്രയേറെ ആൾക്കാരുടെ മുന്നിൽ ഞാൻ അങ്ങനെ നിൽക്കാൻ പാടില്ല എന്ന് അല്ലേ? എന്നാൽ ഒരു റീല് ചെയ്യാന്ന് പറഞ്ഞാൽ 10,000-കണക്കിന് ആളുകളുടെ മുന്നിൽ വന്ന് നിന്ന് ചെയ്യണ പോലെയാണ് അല്ലേ? അത്രയും ആൾക്കാരത് കാണുന്നുണ്ട്. എങ്കിൽ നമ്മൾ ലജ്ജയുള്ളവരാവണം. കല്യാണത്തിൻ്റെ തലേ ദിവസം റീലുണ്ടാക്കാൻ നോക്കുന്ന ആൾക്കാരുണ്ട്. കല്യാണത്തിൻ്റെ അന്ന് പ്രത്യേകിച്ച് പരിപാടി അല്ലേ? ഈ ഭാഗങ്ങളിലൊക്കെ കുറച്ച് കൂടുതലാണ്. ഞാൻ പറയുന്നതിൽ എന്നോട് ദേഷ്യം തോന്നരുത്. ഇത് കാണിച്ച് അതിൽ റീലുണ്ടാക്കാൻ അതിനായിട്ട് കുറച്ച് കുട്ടികളുണ്ടാവും. എന്നിട്ട് ഒരുമാരും മാറ്റി എല്ലാവരും റെഡിയായി അങ്ങനെ ഉണ്ടാക്കും. ഞാൻ പറയണത് എല്ലാവരും ഒന്ന് വീഡിയോ എടുത്തു എന്നുള്ളതല്ല, മറിച്ച് അതിന് പ്രത്യേക മ്യൂസിക് വെച്ച് ബാക്ക്ഗ്രൗണ്ട് വെച്ച് വളരെ മോശമായ രൂപത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അത് നമ്മൾ ഒഴിവാക്കണം. അത് നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ മക്കളോട് എങ്ങനെ നമ്മൾ പറയാം? നമ്മുടെ കയ്യിൽ ഫോൺ വെച്ചിട്ട് നമ്മുടെ കുട്ടീനോട് വേണ്ടാന്ന് എങ്ങനെ പറയാം? അത് ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ കുറക്കുക എന്നുള്ളതാണ്. 2ാമത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോൺ ഉപയോഗിക്കരുത് ഇത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. എന്തുകൊണ്ട് ഫോൺ ഉപയോഗിക്കരുത്? ഒരിക്കത് ബോധ്യപ്പെടുത്തണം. ഒരു ഫോൺ എങ്ങനെയൊക്കെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത്? സിനിമയിലൂടെ, റീലുകളിലൂടെ, ഗെയിമിലൂടെ ഒരു കുട്ടിനെ ബാധിക്കുന്ന കുറേ മേഖലകളുണ്ട്, കുറേ കാര്യങ്ങൾ. ഞാൻ നമ്മുടെ സമയം അധികരിച്ചു എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്, കുട്ടീനെ ബോധ്യപ്പെടുത്തുക വേണ്ടത്. ആ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടികൾ നിർത്തും. പക്ഷെ നമ്മൾ അതിലെന്ത് ചെയ്യരുത്, നമ്മൾ വഴി കാണിച്ചു കൊടുക്കരുത് എന്ന് മാത്രം. ഏകദേശം 5 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഏകദേശം സമയമാകും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ എന്ത് ചെയ്യുന്നില്ല, ദീർഘിപ്പിക്കുന്നില്ല. ഒരു വളരെ പ്രധാനപ്പെട്ട ഒറ്റ കാര്യം പറഞ്ഞിട്ട് നിർത്താം. പ്രിയപ്പെട്ടവരെ, ഇത്രയും ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതൊക്കെ നമ്മുടെ മക്കൾ നേരാവണമെന്ന് വിചാരിച്ചിട്ടാണ് അല്ലേ?
നമ്മൾ ഈ ചൂടത്തെ നമ്മളിങ്ങനെ ഇനിയിപ്പോൾ ഒരു ചെറിയൊരു ചൂടാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മൾ നാളെ ഒരു കല്യാണത്തിന് വേണ്ടി പോകുമ്പോൾ നല്ല ചൂടുണ്ടെങ്കിൽ നമ്മളൊരു 3 ആളും ഒരു കുടയാണെങ്കിൽ ഒന്നുകിൽ 3 ആളും കൂടി അതിൽ നിൽക്കും, അല്ലെങ്കിൽ നമ്മൾ ആ കുട നമ്മളെ കുട്ടീൻ്റെ കയ്യിൽ കൊടുക്കും. നിങ്ങൾ പോയിക്കോളി, ഉമ്മ നടന്നോളാറ് അല്ലേ. ഒരു മഴ പെയ്യുമ്പോൾ നമ്മൾ മഴ കൊള്ളാൻ റെഡിയാണ്, വെയിൽ കൊള്ളാൻ നമ്മൾ റെഡിയാണ്. പക്ഷെ എൻ്റെ കുട്ടിയുടെ ശരീരത്തിൽ ഒരു പരിക്കും പറ്റരുത്, ഇതല്ലേ നമ്മൾ ചിന്തിക്കണേ. എന്നാൽ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ കുട്ടിയെ മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്ന ഒരു രംഗം, നമ്മുടെ കുട്ടിയുടെ ഫോട്ടോ മോശമായ സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന രംഗം, നമ്മുടെ കുട്ടി അത് കണ്ട് ആത്മഹത്യ ചെയ്യുന്ന രംഗം, ആ ആത്മഹത്യയിലൂടെ ആ കുട്ടി നരകത്തിലെത്തുന്ന രംഗം, അതങ്ങനെ ആലോചിക്കുമ്പോണ്ടല്ലോ നമ്മുടെ കുട്ടീനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ നമുക്ക് തോന്നും. നമ്മളൊക്കെ ബൈക്കിൽ ഇങ്ങനെ പോകുമ്പോൾ നല്ല ചൂടുണ്ടെങ്കിൽ കുട്ടീൻ്റെ മുഖം ഇങ്ങനെ പൊത്തി പിടിച്ചു കൊടുക്കും അല്ലേ, ബാക്കിൽ നിന്ന് ഇങ്ങനെ ഉമ്മ പിടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ കുട്ടീനെ എടുത്തിട്ട് നടുവിലിരുത്തും, ചൂട് കൊള്ളണ്ടാന്ന്. എന്നാൽ കത്തിയാളുന്ന നരകം, അത് സത്യമല്ലേ? ഇവിടെ പറഞ്ഞു, ഇവിടെ സംസാരിച്ചിട്ടുണ്ടാകും തന്നെ നമ്മൾ ഇല്ല. നരകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ ഒരു ചൂട് പോലും നമുക്ക് താങ്ങാൻ കഴിയണില്ല, ഈ ഒരു ചൂട് പോലും താങ്ങാൻ കഴിയണില്ല. ഞാൻ രാവിലെ 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ, 10 മണിയോടുകൂടി അവിടുന്ന് പുറപ്പെട്ടു. ആ വരുന്ന സമയത്തൊക്കെ കാറിൽ AC ഇട്ടാൽ പോലും വിയർത്തൊലിക്കാം അല്ലേ. നിങ്ങളിവിടെ ഇരിക്കുക, ഫാനിന് ചൂട്ടിൽ എത്രയോ ഫാനുകളുണ്ട്, പക്ഷെ വിയർത്തൊലിക്കുന്നുണ്ട്. കോടാനുകോടി കിലോമീറ്റർ അകലെയുള്ള സൂര്യൻ്റെ ചൂട് നമുക്ക് താങ്ങാൻ കഴിയണില്ലെങ്കിൽ ആ സൂര്യൻ തലക്ക് മുകളിൽ കത്തിജ്വലിക്കുന്ന ഒരു ദിവസം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരെ നമ്മൾ അല്ലേ. അങ്ങനത്തെ ഒരു പരലോകല്ലേ ഉണ്ട്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ രക്ഷപ്പെടണം, നമ്മുടെ മക്കൾ രക്ഷപ്പെടണം. നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം, റബ്ബേ എൻ്റെ കുട്ടിനെ ഒരിക്കലും നീ പ്രയാസപ്പെടുത്തരുത്, അവർ ഈമാനുള്ളൊരു മരണം കൊടുക്കണേ, എൻ്റെ കുട്ടിനെ നല്ല ഈമാനുള്ള കുട്ടിയാക്കണേ, സ്വാലിഹായ മകനാക്കണേ, മകളാക്കണേ. ഈ ഒരു പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി കൊണ്ട് മനസ്സ് തട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നമ്മൾ സന്നദ്ധമാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള മക്കളായി നമ്മുടെ മക്കളെ മാറ്റുമാറാവട്ടെ. ഒരു കാര്യം കൂടി അതിലേക്ക് ചേർത്ത് പറയാം, നമുക്ക് അതിൽ ആ ഒരു ചിന്തപ്പള വരികയെന്നറിയും, ചിന്തപ്പള വരികയെന്നറിയും. ഇപ്പം ഞാൻ ഇന്നലെ ഒരാൾ മരണപ്പെട്ടിട്ട്, നമ്മളൊരു റിലേറ്റീവ് മരിച്ചിട്ട് അവരുടെ മയ്യത്ത് കബറടക്കണത്തിൽ ചെന്നു. അപ്പോൾ ആ മയ്യത്ത് ഇങ്ങനെ കബറടക്ക് അതിൻ്റെ ഓരോന്നിങ്ങനെ മൂടുന്ന സമയത്ത് അവരുടെ മകൻ ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. ആ മകൻ ചെറുപ്പത്തിലേ ഞാൻ കണ്ടിട്ടുണ്ട്. ആ വാപ്പ ആ മകൻ്റെ കൈ പിടിച്ച് നടന്നു നോക്കി, ആ മകൻ ഇരുന്ന് അങ്ങനെ കരയാണ്. എങ്ങനെ ആലോചിച്ചു, അത് തിരിച്ചാണെങ്കിലുണ്ടല്ലോ അവസ്ഥ എന്താ. ഇപ്പോൾ ആ മകനെ താങ്ങാൻ കഴിയും. എന്നാൽ നമ്മുടെ മക്കൾ, നമ്മൾ ജീവിച്ചിരിക്കെ നമ്മുടെ മക്കൾ മരിക്കണ രംഗം ഒന്ന് ആലോചിച്ച് നോക്കി കാണും. നമ്മുടെ മക്കൾ മരിച്ചിട്ട് അവരുടെ മയ്യത്തിൻ്റെ മുന്നിൽ നമ്മളിങ്ങനെ നിൽക്കണ രംഗം ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ കുട്ടീനെ ഇങ്ങനെ വെള്ള പുതച്ചിങ്ങനെ കിടത്തിക്കുക. അപ്പോൾ നമുക്കിങ്ങനെ തോന്നും, എൻ്റെ കുട്ടീനെ കുറച്ചുകൂടി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അല്ലേ, ഒന്നുകൂടി എനിക്ക് നോക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ 2 മാസം അല്ലെങ്കിൽ ഇനിയുള്ള 1.5 മാസം നമ്മളെ കുട്ടി ഉണ്ട് എന്നുള്ളത് ഒരു ശാപമായിട്ട് കാണണ്ട, ഒരു പരാതിയായിട്ട് പറയണ്ട. റബ്ബേ അൽഹംദുലില്ലാ 2 മാസം എൻ്റെ കുട്ടീനെ എനിക്ക് പൂർണ്ണമായി നോക്കാനുള്ളൊരു അവസരം, ഞാൻ പരമാവധി ദീനിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എൻ്റെ കുട്ടീനെ വളർത്തട്ടെ, എന്നാലേ എനിക്ക് പരലോകത്ത് ഉപകാരം ഉണ്ടാകുള്ളൂ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മയ്യത്തിൻ്റെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ വർഹംഹാ എന്നിങ്ങനെ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി നമ്മളെ കുട്ടി പറയണം, പ്രാർത്ഥിക്കണം. നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും പോയാലും പള്ളിയുടെ ഒരു മൂലക്കിരുന്നു കൊണ്ട് നമ്മളെ കുട്ടി കരഞ്ഞ് പറയണം, റബ്ബേ എൻ്റെ ഉമ്മ മരിച്ചിട്ടുണ്ട്, എൻ്റെ വാപ്പ മരിച്ചിട്ടുണ്ട്, എൻ്റെ ഉമ്മാക്ക് സ്വർഗം കൊടുക്കണേ. എപ്പോഴും നമ്മളെ കുട്ടീൻ്റെ നാവിലിങ്ങനെ നമ്മളെ ഉമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാവണം. അതിന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളുമായി നല്ല ഒരു ബന്ധം ഉണ്ടാക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.